أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تكونوا كالذين آذوا موسى فبرأه الله مما قالوا وكان عند الله وجيها. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, തളിപ്പറമ്പ് സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ സംഘടിപ്പിച്ച സുന്നി ആദർശ സമ്മേളനത്തിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. അല്ലാഹു നമ്മുടെ ഈ സദസ്സ് സ്വാലിഹീങ്ങളോടുകൂടെ ആഖിറത്തിൽ ഒരുമിച്ച് കൂടാൻ കാരണമാകുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം പ്രസംഗങ്ങൾ ബഹുമാനപ്പെട്ട ശൈഖുന കൻസുൽ മാജിദാരി ഉസ്താദ് അടക്കം ഇവിടെ ധാരാളം പണ്ഡിതന്മാർ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു ചെറിയ സമയം അല്പകാര്യങ്ങൾ പറയുന്നത് അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും ആഖിറത്തിൽ ഉപകരിക്കുന്നതായി എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഏറ്റവും വലിയ അനുഗ്രഹം നൽകിയിട്ടുള്ളവരാണ് നമ്മൾ. കാരണം അല്ലാഹു നമ്മെ മനുഷ്യരാക്കി സൃഷ്ടിച്ചു. മനുഷ്യന് അല്ലാഹു തആല വിശേഷബുദ്ധി, വിവേചന ശക്തി നൽകിയിട്ടുണ്ട്. ഏതൊരു കാര്യത്തിന്റെയും ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. മറ്റ് ജീവജാലങ്ങൾക്ക് അങ്ങനെ അല്ലാഹു നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് മറ്റ് ജീവികൾ
അവകൾ ഭക്ഷണം കഴിക്കുന്നു, അവകൾ വിസർജിക്കുന്നു, അവകൾ കിടന്നുറങ്ങുന്നു, എല്ലാം ഒരേ സ്ഥലത്ത് തന്നെ. നിങ്ങൾ ഒരു പശുവിന്റെ ആലയിൽ ചെന്ന് നോക്കൂ. നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഭാഗത്ത് ഭക്ഷണം കഴിക്കുന്നു, അതേ സമയത്ത് തന്നെ വിസർജിക്കുന്നു, അവിടെ തന്നെ ആ വിസർജിച്ചതിന്റെ മേലെ കിടന്നു ഉറങ്ങുകയും ചെയ്യും. എന്തുകൊണ്ടാണിത്? അവകൾക്ക് വിവേചന ശക്തി ഇല്ല. ഭക്ഷണം കഴിക്കും, ഉറങ്ങും, വിസർജിക്കും, അങ്ങനെ പലതും അതിന്റെ ജീവിതത്തിൽ ചെയ്യും. പക്ഷേ വിവേചന ശക്തി ഇല്ല. ഇതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു പോത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ഹലാലായ ഭക്ഷണം ആകണം എന്ന ചിന്ത പോത്തിന് ഇല്ല. നമ്മൾ ക്ഷണിക്കാതെ ഭക്ഷണം കഴിക്കുകയില്ല. ഞാൻ ഈ അടുത്ത് ഇതിലിങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എന്നെ ഹോട്ടലിന്റെ ഉടമ ക്ഷണിച്ചതുകൊണ്ടാണ് കയറിയത്. പക്ഷേ പ്രത്യേകം കത്ത് തന്നെ ക്ഷണിച്ചതല്ല, മറിച്ച് ഹോട്ടൽ എന്ന് ബോർഡ് വെച്ചാൽ അത് തന്നെ ക്ഷണിക്കലാണ്. അതിനർത്ഥം ഭക്ഷണം വേണ്ടവർക്ക് കയറാം, കഴിക്കാം, പോകുമ്പോൾ ക്യാഷ് കൊടുക്കണം എന്ന് മാത്രം. കല്യാണത്തിന് ക്ഷണിച്ച മാതിരിയല്ല. ഇത് മൊത്തത്തിലുള്ള ക്ഷണമാണ്. ഏതുപോലെ അഡ്വക്കറ്റ് എന്ന് പറഞ്ഞ ഒരു വക്കീല് ബോർഡ് വെച്ചാൽ, ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ ബോർഡ് വെച്ചാൽ അതിനർത്ഥം, അഡ്വക്കറ്റ് വെച്ചാൽ അർത്ഥം കേസ് ആവശ്യമുള്ളവർക്ക് സമീപിക്കാം, ഫീസ് തരണം. ഡോക്ടർ ബോർഡ് വെച്ചാൽ അതിനർത്ഥം രോഗമുള്ളവർക്ക് സമീപിക്കാം, ഫീസ് തരണം. ഇങ്ങനെ ഓരോന്നും. ബാർബർ ഷാപ്പ് അതിന് ബോർഡ് വെച്ചാൽ അതിനർത്ഥം ഇതാ ഞങ്ങൾ നല്ല ഭംഗിയാക്കി വിട്ടുതരും, പക്ഷെ ക്യാഷ് തരണം. ഇങ്ങനെയാണ് ഓരോ ബോർഡിന്റെയും അർത്ഥം. എല്ലാവർക്കും അറിയാം. അതേസമയത്ത് അൽ മഖറു സുന്നിയ, സിറാജുൽ ഹുദ, മർകസ് സഖാഫത്ത് സുന്നിയ എന്നൊക്കെ ബോർഡ് വെച്ചാൽ അതിനർത്ഥം എല്ലാവരും സംഭാവന കൊണ്ട് തരണം, അതിന്റെ കേന്ദ്രമാണിത്. ഇവിടെ വിദ്യാഭ്യാസം ആവശ്യമുള്ളവർക്ക് വരാം, പഠിക്കാം, അത് ഫ്രീ ആയി വിദ്യാഭ്യാസം നൽകും, അല്ലെങ്കിൽ ഫ്രീ ആയി ഇൽമു പഠിപ്പിച്ചു തരും എന്നാണ് അതിന്റെ അർത്ഥം. ഓരോ ബോർഡിനും ഓരോ അർത്ഥമാണ്. ആദർശ സമ്മേളനം എന്ന് ബോർഡ് വെച്ചാൽ അതിനർത്ഥം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി വന്നാൽ നിങ്ങൾക്ക് ആദർശം കേൾക്കാം എന്നാണ് അതിനർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് കയറി ഭക്ഷണം കഴിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു കാളയും ഒരു പോത്തും എന്റെ ബില്ലെത്രയാണ് എന്ന് ചോദിച്ച് ക്യാഷ് കൊടുക്കാറ് ഇല്ല. കാരണം അതിന് ഭക്ഷിക്കണം എന്നല്ലാതെ അത് ഹലാലാകണം എന്ന ബോധം മൃഗങ്ങൾക്ക് ഇല്ല. ഒരു പൂവലോഴി അതിന്റെ ഇണയുമായി ബന്ധപ്പെടുമ്പോൾ ഒരു നിക്കാഹ് നടക്കണം എന്ന ചിന്ത പൂവൻകോഴിക്കുമില്ല, അതിന് സന്നദ്ധമാകുന്ന പെടക്കോഴിക്കും ഇല്ല. കാരണം വിശേഷ ബുദ്ധി ഇല്ല. ഈ അടുത്ത് മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു യോഗം വിളിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കുറെ പണ്ഡിതന്മാരുടെ ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ പല പണ്ഡിതന്മാരും പങ്കെടുത്തു. അങ്ങനെ അതിൽ സുന്നി പണ്ഡിതന്മാരുണ്ട്, അല്ലാത്ത ആളുകൾ ഉണ്ട്, സുന്നികളിൽ തന്നെ പെട്ട എല്ലാ സംഘടനയിലെയും ആളുകൾ ഉണ്ട്. അങ്ങനെ അവിടെ ഒരാവശ്യത്തിന് വേണ്ടിയാണ് ചർച്ച. പക്ഷേ ചർച്ച വഴിവിട്ട് വഴിമാറി സഞ്ചരിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സുന്നി വിരോധികൾ എപ്പോഴും ചർച്ച മാറ്റിക്കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങളൊക്കെ സാധാരണ മാധ്യമമൊക്കെ വായിക്കുന്ന ആളുകളാണല്ലോ സുഹൃത്തുക്കളെ. അങ്ങനെ ഒരു മൗലവി പറഞ്ഞു, നിക്കാഹൊക്കെ വേണ്ടത് തന്നെ, അതുപോലെ വിവാഹത്തിന്റെ നിയമങ്ങളൊക്കെ വേണ്ടത് തന്നെ. പക്ഷേ ഈ നിക്കാഹ് നടക്കുമ്പോ വധുവിന്റെ പിതാവ് വരന് നിക്കാഹിന്റെ വാചകം അങ്ങ് പറഞ്ഞു കൊടുക്കുകയും അത് രണ്ടാള് കേൾക്കുകയും ചെയ്താൽ പോരെ? പിന്നെ എന്തിനാണ് ഒരു ചൊല്ലിക്കൊടുക്കൽ? ഒരു കാദിയാരെന്തിനാ?
എന്നിട്ട് ഒരു ഖാദി അല്ലെങ്കിൽ ഒരു തങ്ങൾ വലിയൊരു മുസ്ലിയാർ ഇങ്ങനെ അങ്കഹത്തുക്ക അങ്കഹത്തുക്ക ബിന്ദി ബിന്ദി അങ്കഹത്തുക്ക ബിന്ദി അങ്കഹത്തുക്ക ബിന്ദി എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഏർപ്പാട് എന്തിനാണ്? അതൊക്കെ പൗരോഹിത്യമാണ് എന്ന് ഒരു മൗലവി ആ യോഗത്തിൽ വെച്ച് പറഞ്ഞു. അപ്പോ സുന്നികളായ മുസ്ലിംമാരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. ഇയാളിത് പറഞ്ഞപ്പോ നമ്മുടെ മർക്കസിലെ മുദരിസ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ മുശാവറ അംഗങ്ങളിൽ ചെറുപ്പക്കാരനും ആയ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ആ മീറ്റിംഗിൽ ഉണ്ട്. അദ്ദേഹത്തിന് പ്രസംഗമൊക്കെ കഴിയുന്നവരെ ക്ഷമിച്ച് കാത്തുനിന്നതിന് ശേഷം ചുള്ളിക്കോട് ചോദിച്ചു, സാർ ഇവിടെ കുറെ മന്ത്രിമാർ ഇരിക്കുന്നുണ്ടല്ലോ, അതെ, ഈ മന്ത്രിമാർക്കൊക്കെ മന്ത്രിയാകുന്ന സമയത്ത് ഒരു പ്രതിജ്ഞ എടുക്കുന്ന ഏർപ്പാട് ഉണ്ടല്ലോ, ഉണ്ട്. അത് എന്തിനാണ് ഈ ഗവർണർ ചൊല്ലിത്തരുന്നത്? നിങ്ങൾക്കൊക്കെ ഇംഗ്ലീഷ് അറിയില്ലേ? നിങ്ങൾക്കെല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം, പ്രതിജ്ഞയുടെ വാചകങ്ങളും അറിയാം, പിന്നെന്തിനാണ് ഒരു ഗവർണർ ഇങ്ങനെ ചൊല്ലി തന്നിട്ട് അങ്കായത്തുക്ക ബിന്ദി ബിന്ദി എന്ന് പറയുന്ന മാതിരി എന്തിനാണ് ഈ ഗവർണർ ചൊല്ലിത്തരുന്നത്? മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ലേ, പിന്നെ ഇതിനാ രാഷ്ട്രപതി ചൊല്ലിക്കൊടുക്കുന്നത്? അപ്പോഴാണ് മൗലവിയുടെ മുഖം കറക്കുന്നത്. മൗലവിയുടെ മുഖം അപ്പോഴാണ് കറുത്തുപോയത്. കാരണം ചുള്ളിക്കോട് പറഞ്ഞു, ഒരു വിഷയത്തിന്റെ ഗൗരവം, ആ ഗൗരവം മനസ്സിൽ പതിയണമെങ്കിൽ അത് ഗൗരവത്തിൽ തന്നെ ആകണം. ഒരു മന്ത്രിയായി പ്രതിജ്ഞ എടുക്കുമ്പോൾ അത് നമ്മുടെ സ്കൂളിൽ പാർലമെന്റിൽ എടുക്കുന്ന പ്രതിജ്ഞ പോലെ അല്ല, മറിച്ച് ഒരു രാഷ്ട്രത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിജ്ഞയാണ്. അത് ഉത്തരവാദപ്പെട്ട ഒരാൾ ചൊല്ലിക്കൊടുക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് അതിന്റെ ഗൗരവം സമൂഹത്തിനും പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കുമൊക്കെ വേണ്ടതുപോലെ ബോധ്യപ്പെടുക. ഇതുപോലെ ഇത് ഏതെങ്കിലും ഒരു ടൗണിൽ പോയിട്ട് ഇതാ 1 കിലോ പഞ്ചസാരക്ക് എത്ര വില, അതിന് ഇത്ര വിലയാണ് എന്ന് പറയുമ്പോ എന്നാ പഞ്ചസാര കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്ന പോലത്തെ ഒരു ഏർപ്പാടല്ല നിക്കാഹ്. മറിച്ച് ഒരു കുടുംബജീവിതത്തിന്റെ തുടക്കമാണ്, അത് അന്ത്യനാൾ വരെ തുടർന്നു പോകേണ്ട വിഷയമാണ്. അത് വളരെ ആത്മീയതയിലും വളരെ അച്ചടക്കത്തിലും ഒരു അനുഗ്രഹീതമായ ഒരാളുടെ നാവുകൊണ്ട് പറഞ്ഞ് ചൊല്ലി കൊടുത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ നടന്നു വരിക എന്നത് നമ്മുടെ പഴയ കാലം മുതലേ നടന്നു വരുന്ന ഒരു ആചാരമാണ്. അത് അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ അനിവാര്യമാണ്. നിങ്ങൾ നിയമസഭയിലും അതുപോലെ പാർലമെന്റിലുമൊക്കെ പ്രതിജ്ഞ എടുക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അത് തന്നെയാണ് ശരി എന്ന് ബോധ്യപ്പെട്ടു. ഞാനിത് പറഞ്ഞു വരുന്നത് സുന്നി ആദർശങ്ങൾ അത് ബുദ്ധിയുള്ള ആളുകൾക്ക് വേണ്ടതുപോലെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും, മന്ത്രിമാർക്ക് മനസ്സിലാവും, അതുപോലെ ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് മനസ്സിലാകും, സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ അത് പറഞ്ഞു കൊടുക്കാൻ അറിയുന്നവർ വേണം. അവിടെ അദ്ദേഹം ഉള്ളതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കാൻ സുന്നി പണ്ഡിതന്മാർ ഉള്ളതുകൊണ്ട് അത് സാധിച്ചു. നേരെ മറിച്ച് അദ്ദേഹം ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സുന്നികൾ ഉണ്ടായതുകൊണ്ട് ആ കാര്യം നേടാൻ കഴിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ആദർശം പഠിക്കണം, മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം, അത് പ്രചരിപ്പിക്കണം. ഒരാൾ സംശയം ചോദിച്ചു, അസ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു, അല്ലെങ്കിൽ ത്വലൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ, പരിപൂർണ ചന്ദ്രനായ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ ഇരുട്ടിലും എല്ലാവർക്കും വെളിച്ചം നൽകുന്ന ആള്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഉദിച്ചു വന്നു എന്നർത്ഥം വരുന്ന വാചകം. അത് സഹാബത്ത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മദീനയിൽ വെച്ച് ചൊല്ലിയ മൗലിദിന്റെ വരിയാണ് ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ ദാഇ എന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടതും അംഗീകരിച്ചതും ആണ്. അതുകൊണ്ട് തന്നെ ഇന്നും മുസ്ലിം ലോകം മുഴുവനും റബീഉൽ അവ്വൽ 12 വലിയ ആഘോഷ ദിനമായി കൊണ്ടാടുകയാണ്. അന്ന് മൗലിദ് ഓതുകയാണ്, സഹാബത്ത് ചൊല്ലിയതാണ്. അത് ചൊല്ലുന്ന സമയത്ത് പലരും എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. അപ്പൊ ഒരാളുടെ സംശയം, അതിനാ ഇരുന്നിട്ട് തന്നെ അങ്ങ് ചൊല്ലിയാ പോരെ, എന്തിനാ നിൽക്കുന്നത് എന്നൊരു സംശയം. വേറൊരാളുടെ സംശയം, അർത്ഥറിഞ്ഞൂടാതെ ചൊല്ലിയിരുന്ന കാര്യം. വേറൊരാളുടെ ഇങ്ങനെ സംശയം ഉണ്ടാക്കുന്ന ആൾക്കാരാണല്ലോ ദുനിയാവട്ടാകെ. പക്ഷേ ഈ സംശയമുണ്ടാക്കുന്ന മുഴുവൻ ആളുകളെയും ഒറ്റവാക്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. യകൂനു ഫീ ആഖിരി الزമാനി ദജ്ജാലൂന കദ്ദാബൂന യതൂനകും മിനൽ അഹാദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ബാഉകും. നിങ്ങളെ പൂർവീകരായ ഉപ്പാപ്പമാരും കേൾക്കാത്ത പുതിയ ആശയങ്ങളും പുതിയ വിവരങ്ങളും പറയുന്ന കക്ഷികൾ ലോകത്ത് വരും. അവര് നിങ്ങളെ കൺഫ്യൂഷനാക്കും, നിങ്ങളെ കബളിപ്പിക്കും. അവര് ധാരാളം കളവ് പ്രചരിപ്പിക്കും. അങ്ങനെയുള്ള കക്ഷികൾ വന്ന് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാക്കും. അതിനാൽ അത് അന്ത്യനാളിൽ സംഭവിക്കും. സമുദായമേ, ഇയ്യാക്കും വയ്യാഹും, അവരെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ. ഈ ഉമ്മത്തിൽപ്പെട്ട മുഅ്മിനീങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകരുതെന്ന നിർബന്ധമുള്ള റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകുന്നു. മക്കളെ, ആ വഴിയിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കണേ, അവിടെ പാമ്പുണ്ടാകുമേ എന്ന് ബാപ്പ മക്കളോട് പറയുന്നതിനേക്കാൾ ഗൗരവത്തിൽ 1400ഓളം വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങളെ കൺഫ്യൂഷനാക്കുന്ന, സംശയങ്ങൾ ഉണ്ടാക്കുന്ന, കബളിപ്പിക്കുന്ന, കളവ് ധാരാളം പറയുന്ന കക്ഷികൾ ആഖിറുസ്സമാനിൽ വരും. നിങ്ങൾ അവരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ലാ യുളൂനകും വലാ യഫ്തിനൂനകും, അവര് നിങ്ങളുടെ സത്യമാർഗത്തിൽ നിങ്ങളെ പിഴപ്പിക്കരുത്. നിങ്ങളെ സത്യമായ വഴിയിൽ നിന്ന് അവർ നാശമാക്കരുത്. ഉറച്ചു നിന്നോളണം. നിങ്ങളെ മുൻഗാമികൾ പഠിപ്പിച്ച വഴിയിൽ ഉറച്ചു നിന്നോളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം സ്വീകരിച്ച ഒരൊറ്റ മുസ്ലിമും ആര് കൺഫ്യൂഷനാക്കിയാലും അവരാദർശം കൈവിടൂല. സുഹൃത്തുക്കളെ, സംശയം ഉണ്ടാക്കിയിട്ട് പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയാം, അർത്ഥറിഞ്ഞൂടാത്ത ഈ അശ്രദ്ധ ചൊല്ലുമ്പോ എതിരി എഴുന്നേറ്റ് നിൽക്കണം. സുബ്ഹാനല്ലാഹ്, പണ്ടൊക്കെ പറയില്ല ആയത്തും ഹദീസൊക്കെയാണ്. ഇപ്പൊ തെളിവ് കുറച്ച് ഇങ്ങനത്തെ പറയാനാ തോന്നുന്നു. ആയത്തും ഹദീസൊക്കെ പറഞ്ഞ ധാരാളം ആയിരക്കണക്കിന് സീഡികൾ നൽകും. ഞാൻ കുറ്റിയാടിയിൽ നാദാവൃത്തുമായിട്ട് കഴിഞ്ഞ കൊല്ലം സൂറത്തുൽ ലുഖ്മാൻ പ്രസംഗിച്ചു. നാദാവൃത്ത് പ്രസംഗിച്ച പോരാറ്റ സംഘടനയുടെ പേരും പറഞ്ഞിട്ടില്ല. 7 ദിവസം സൂറത്തുൽ ലുഖ്മാൻ പ്രസംഗിച്ചു. കാരണം അവിടെ മരുന്നിന്റെ ആവശ്യം ഇല്ല, അതുകൊണ്ട് രോഗത്തിന്റെ പേര് പറയേണ്ടതില്ല, അവിടെ ഭക്ഷണം കൊടുത്താൽ മതി. അതേസമയത്ത് ആ സൂറത്തുൽ ലുഖ്മാന്റെ അവസാന ഭാഗം 5 ദിവസം ഞാൻ കുറ്റിയാടിയിൽ പ്രസംഗിച്ചു. അപ്പോൾ കുറ്റിയാടിയിലായതുകൊണ്ട് അവിടെ രോഗികൾ ഉണ്ട്. അതിനാൽ ഞാൻ മരുന്നിന്റെ പേരും രോഗത്തിന്റെ പേരും രോഗികളുടെ പേരും രോഗാണുക്കളുടെ പേരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രസംഗം 5 ദിവസം സുന്നി ആചാരങ്ങൾ സൂറത്തുൽ ലുഖ്മാനിലൂടെ 5 ദിവസത്തെ പ്രസംഗം. അതിൽ സുന്നത്ത് ജമാഅത്തിന്റെ തെളിവുകളാണ് പൂർണ്ണമായും അതിന്റെ ആ പ്രസംഗം. അതിൽ പലതും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് മുജാഹിദിന്റെ അൽമനാറിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നുണ്ട്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് മുജാഹിദുകൾ കണ്ടെത്തുകയാണ്. ആ അൽമനാർ ഞാൻ അതിൽ വായിച്ചിട്ട് കേൾപ്പിക്കുന്നുണ്ട് കുറ്റ്യാടിയിൽ വെച്ച്. ഇതുപോലെ അല്ലാഹുവിന് രണ്ട് കൈകൾ ഉണ്ട്, പക്ഷേ രണ്ട് കൈകളും വലതു ഭാഗത്താണ്, ഇടതു കൈ ഇല്ല എന്ന് 2007 അതേ സമയത്ത് അല്ലാഹുവിന് ഇടതു കൈ ഉണ്ട്, ഇടത്തെ കൈയിലാണ് ഭൂമി അല്ലാഹു തആല ചുരുട്ടിപ്പിടിക്കുക എന്ന് 2009 മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാറിൽ പറഞ്ഞത് 2 കൊല്ലം കൊണ്ട് അല്ലാഹുവിന് ഇല്ലാത്ത കൈ ഉണ്ടായതും അതുപോലെ തന്നെ കൈ ഉണ്ട് എന്ന് അവയവങ്ങളുണ്ടെന്ന് 2 പ്രാവശ്യവും പറഞ്ഞതും, അങ്ങനെ അല്ലാഹുവിനെ സംബന്ധിച്ച് തെറ്റായ ഈമാൻ തെറ്റിപ്പോകുന്ന വിശ്വാസം പഠിപ്പിക്കുന്ന 2ഉം ഞാൻ അതിൽ വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത് ഒതായിയിൽ പ്രസംഗിച്ചു. അതൊരു വലിയ ചരിത്രമാണ്. ഒതായി എന്ന് പറഞ്ഞാൽ ആദ്യമായി സ്ത്രീകൾ പള്ളിയിൽ പോയ പ്രദേശമാണ് ഒതായി. ഈ തളിപ്പറമ്പിനടുത്ത് ശ്രീകണ്ഠപുരം ഉണ്ട്. ഇതിന്റെ അപ്പുറത്ത് നോക്കിയാൽ മാടായി ഉണ്ട്. അതിന് കുറച്ചുകൂടി അപ്പുറം നോക്കിയാൽ ധർമ്മടം ഉണ്ട്. അവിടുന്ന് കുറച്ച് വേക്കോട്ട് പോയാൽ കാസർഗോഡ് തളങ്കര മാലിക്കുൽ ദീനാർ ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ ഇസ്ലാം ദീൻ വന്ന ധാരാളം പ്രദേശങ്ങൾ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും എല്ലാം ഉണ്ട്. ആ ഒരൊറ്റ പള്ളിയിലും സ്ത്രീകളെ ജമാഅത്തിനു വേണ്ടി മുൻഗാമികൾ കൊണ്ടുപോയിട്ടില്ല. പക്ഷേ മലപ്പുറം ജില്ലയിലെ ഒതായിയിൽ സ്ത്രീകളെ ജുമഅക്ക് കൊണ്ടുപോയ സ്ഥലമാണ് ആദ്യമായി. 1950 കാലത്താണ്. എന്നാൽ സുഹൃത്തുക്കളെ, ആ ഒതായിയിൽ പ്രസംഗിക്കാൻ വേണ്ടി ഒരു 30 വർഷം മുമ്പ് ഞാൻ പോയി. പക്ഷേ അവിടെ കാലുകുത്താൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ തലകുത്തിയിട്ട് പ്രസംഗിക്കാനും കഴിയൂലല്ലോ. അങ്ങനെ ഞാൻ അവിടുന്ന് മടങ്ങിപ്പോയി, പ്രസംഗിക്കാതെ മടങ്ങിപ്പോയി. കാരണം അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറയാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞതുകൊണ്ട് മടങ്ങിപ്പോയി. നമ്മൾ തീവ്രവാദികൾ അല്ല, ഭീകരവാദികൾ അല്ല, അക്രമികൾ അല്ല, നമുക്ക് അങ്ങനത്തെ ഒരു ഏർപ്പാടുമില്ല. നമ്മളെ പേരിൽ അത് വെച്ചുകെട്ടാൻ വേണ്ടി ശ്രമിച്ചവരൊക്കെ പിടിക്കപ്പെട്ടപ്പോൾ അവരാണ് ആക്രമിച്ചത് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുകയാണ് ചെയ്തത്. അതിന് നിങ്ങളുടെ തളിപ്പറമ്പ് തന്നെ തെളിവാണ്. സഹോദരന്മാരെ, നമ്മൾ അങ്ങനത്തെ അക്രമികളൊന്നുമല്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാര് പ്രസംഗിക്കേണ്ടെന്ന് തന്നെ പ്രസംഗിക്കൂല, പ്രസംഗിച്ചോന്ന് തന്നെ പ്രസംഗിക്കും. നമ്മളങ്ങനെ നിയമം കയ്യിലെടുക്കുന്ന ഏർപ്പാടൊന്നും നമുക്കില്ല. കാരണം നമ്മൾ സമാധാന പ്രേമികളാണ്. രാജ്യത്ത് സമാധാനം നിലനിൽക്കണം. ഇവിടെ തീവ്രവാദികൾ വളരാൻ പാടില്ല, ഭീകരവാദികൾ വളരാൻ പാടില്ല, ഇവിടെ അക്രമങ്ങൾ വളരാൻ പാടില്ല, അഴിമതികൾ നടക്കാൻ പാടില്ല. പക്ഷേ അഴിമതി നടത്തിയാലും അഴിമതി നടന്നു എന്ന് നാവുകൊണ്ട് പറയല്ലാതെ നമ്മളതിന് നടപടിയെടുക്കാൻ പോവുകയില്ല. അങ്ങനെയാണ്. കാരണം നമ്മൾ നിയമം കയ്യിലെടുക്കുന്ന പാർട്ടി അല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് മടങ്ങി അരീക്കോട് പെർമിഷൻ കിട്ടി, അരീക്കോട് വെച്ച് പ്രസംഗിച്ചു. പിന്നെ എന്ത് ചെയ്യാനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പോയി. പക്ഷേ വഴിക്ക് വെച്ച് മുശ്രിക്കുകൾ തടഞ്ഞു, അങ്ങോട്ട് പോകാൻ പെടൂല, ഇവിടെ കാലൂത്താൻ പെടൂല അറിഞ്ഞു. നബി സല്ലല്ലാഹു തങ്ങൾ അവിടെ വെച്ച് അവർ കരാറാക്കി. എന്നിട്ട് അവിടുന്ന് തഹല്ലുലായി, മുടി കളഞ്ഞു. ആ മുടി സ്വഹാബത്തിന് വിതരണം ചെയ്തു. അത് ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ ആ മുടി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പഠിച്ചവരാണ് നമ്മൾ. അപ്പൊ സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജന്മനാടായ മക്കയിൽ കാലുകുത്തി ഉംറ ചെയ്യാൻ അനുവദിക്കാത്ത സമയത്ത് അവിടുന്ന് മടങ്ങിപ്പോന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒതായിന്ന് മടങ്ങലൊരു പ്രശ്നമാണ്. നമ്മളെ നേതൃത്വം അതിൽ ചോദ്യം ചെയ്യപ്പെടാത്ത നേതൃത്വം. നമ്മൾ മടങ്ങി അരീക്കോട്ടെന്ന് തഹല്ലുലായി, അരീക്കോട്ട് വെച്ച് പ്രസംഗിച്ച് മടങ്ങി. അതൊരു 30 കൊല്ലം മുമ്പാണ്. അൽഹംദുലില്ലാഹ്. പക്ഷേ നമ്മൾ പതറിയില്ല, നമ്മൾ ചിതറിയില്ല, നമ്മളെ മനക്കരുത്ത് കുറച്ചില്ല. നമ്മളുടെ നേതാക്കൾ മഹാനായ മർഹൂം താജുൽ ഉലമ, അല്ലാഹു അവിടത്തേക്ക് വലിയ ദർജകളിലേറ്റി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ, അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. മഹാനായ ഖമറുൽ ഉലമ, അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഏറ്റി കൊടുക്കട്ടെ. മഹാനായ കൻസുൽ ഉലമ, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അങ്ങനെയുള്ള നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് മനക്കരുത്ത് നൽകി. നാം അല്പവും പതറാതെ നാം നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങി.
ഈമാൻ കാര്യം 6 വിശ്വസിച്ചവരാണ് നമ്മൾ. മൗദൂദിയെപ്പോലെ ഒരു ഈമാൻ കാര്യം നമ്മൾ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. വൽ ഖദരി ഖൈരി വശർരിഹി മിനല്ലാഹ്. എല്ലാ ഖൈറും ശർറും അല്ലാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അജബൽ ലിഅംരിൽ മുഅ്മിനി അൽഅംറു കുല്ലുഹു ലഹു ഖൈർ ഇൻ അസാബതുഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബതുഹു ളറാഉ സബറ ഫകാന ഖൈറൻ ലഹു. മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ്. മഹാനായ താജുൽ ഉലമ ഈ ഹദീസ് ഉദ്ധരിച്ച് പ്രസംഗിക്കുന്നത് ഞാനൊരു സിഡിയിൽ കേട്ടു. അജബൽ ലിഅംരിൽ മുഅ്മിനി അൽഅംറു കുല്ലുഹു ലഹു ഖൈർ. അവന് എല്ലാ കാര്യവും ഖൈറാണ്. അതേതാ അൽഅംറു കുല്ലുഹു ലഹു ഖൈർ ഇൻ അസാബതുഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു. അവനൊരു നല്ല കാര്യം, സന്തോഷമുള്ള കാര്യം വന്നാൽ അത് എന്റെ പവർ കൊണ്ട് ഞാൻ നേടിയെടുത്തു എന്നവൻ പറയില്ല. അവൻ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്, അവനത് തന്നു എന്ന് പറഞ്ഞ് അല്ലാഹുവിന് നന്ദി ചെയ്യും. അപ്പോൾ അവനത് എല്ലാ കാലത്തേക്കും ഖൈറായി പോയി. വഇൻ അസാബതുഹു ളറാഉ സബറ. അതേ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപല്ല് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, തലക്ക് മുറിവേറ്റ് രക്തം വന്നിട്ടുണ്ട്, കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഓണപ്പറമ്പിലൊക്കെ നമ്മുടെ സുജൂദ് ചെയ്യുന്ന പള്ളിയും പഠിപ്പിക്കുന്ന മദ്രസയും തകർത്തതാണെങ്കിൽ ഹബീബായ നബി തങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറമാണ്. അവിടുന്ന് സുജൂദ് ചെയ്യുമ്പോൾ ഒട്ടകത്തിന്റെ കൊടലുകൾ വലിച്ചു കൊണ്ടുവന്ന് ആ സറഫാക്കപ്പെട്ട കഴുത്തിലിട്ട് കൊടുത്തിട്ട് തല ഉയർത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ അത് നോക്കി ചിരിച്ചിട്ടുണ്ട് വിരോധികൾ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഓടി വന്ന് അത് നീക്കം ചെയ്യുന്നത് വരെ അവിടുന്ന് തല ഉയർത്താൻ കഴിയാതെ സുജൂദിൽ നിന്ന് പ്രയാസപ്പെട്ടിട്ടുണ്ട്. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ലാ അറഅയ്ത ഇൻ കാന ലൽ ഹുദാ ഔ അമറ ബിത്തഖ്വാ. അവിടുന്ന് സന്മാർഗത്തിൽ നിന്നുവെന്നും എല്ലാവരും നല്ല നിലക്ക് ജീവിക്കണമെന്ന്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ശരിയായ ആശയവും ആദർശവും പറഞ്ഞുവെന്നുമല്ലാതെ അവിടുന്ന് ജീവിതത്തിൽ ഒരു കളവ് പറഞ്ഞിട്ടില്ല. ഒരിക്കലും തന്നെ മദ്യത്തിനെ അനുകൂലിച്ചിട്ടില്ല, ഒരിക്കലും വ്യഭിചാരത്തെ അനുകൂലിച്ചിട്ടില്ല, ഒരിക്കലും അഴിമതിയെയോ അക്രമത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വേണ്ടാത്ത വൃത്തികളെയോ അനുകൂലിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അവിടുന്ന് എല്ലാ അനാശ്വാസ പ്രവണതകൾക്കുമെതിരെ, എല്ലാ അക്രമങ്ങൾക്കുമെതിരെ, എല്ലാ അഴിമതികൾക്കുമെതിരെ, എല്ലാ വാക്കിലംഘിക്കുന്നതിനുമെതിരെ, എല്ലാ നെറികേടുകൾക്കുമെതിരെ സൗമ്യമായ ഭാഷയിൽ ഉത്ബോധനം നടത്തിയ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രബോധകരല്ലേ. ഫഖദ്നദീനാ ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. കഴിഞ്ഞുപോയ ഒരു നബിക്കും കിട്ടാത്ത നിലക്കുള്ള സ്വഭാവം, ഏറ്റവും ഉന്നതമായ സ്വഭാവം ഉള്ളവർ അമ്പിയാക്കളാണ്. ആ അമ്പിയാക്കളുടെയൊക്കെ എത്രയോ മേലെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
പ്രയാസപ്പെടുത്തിയിട്ട് അവിടുന്ന് പ്രയാസപ്പെടുന്നത് കാണുമ്പോ നോക്കി ചിരിച്ച ദുഷ്ടന്മാരില്ലേ? ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? എങ്കിൽ പിന്നെ ലോകത്താരാണിവിടെ സത്യത്തിനു വേണ്ടി പടപൊരുതിയാൽ, സത്യത്തിനു വേണ്ടി പ്രവർത്തിച്ചാൽ ആരെയാണിവിടെ സമൂഹം വെറുതെ വിടുന്നത്? അതേ ഹബീബായ നബിതങ്ങളെ വെറുതെ വിട്ടിട്ടില്ല. അവിടുത്തെ ചീത്ത പറഞ്ഞവരുണ്ട്, കല്ലെറിഞ്ഞവരുണ്ട്, ആക്രമിച്ചവരുണ്ട്, അതേ ഭ്രാന്തനാണെന്ന് വിളിച്ചവരുണ്ട്, പാട്ടുകാരനെന്ന് പറഞ്ഞ് പരിഹസിച്ചവരുണ്ട്, എല്ലാം പറഞ്ഞവരുണ്ട്. പക്ഷേ അവിടുന്ന് പതറിയിട്ടില്ല. സ്വന്തം നാട്ടിലും വീട്ടിലും കഴിയാൻ പറ്റാത്ത ചുറ്റുപാട് വന്നപ്പോ, നാട് വിട്ട് പോകാൻ റബ്ബിന്റെ ഓർഡർ കിട്ടിയപ്പോ, വീട്ടിൽ നിന്ന് അതാ വീട് കൊന്നുകളയാൻ വേണ്ടി ശത്രുക്കൾ വന്ന് വളഞ്ഞപ്പോൾ, ആ വീട്ടിൽ നിറങ്ങിപ്പോകുമ്പോഴും ആശയത്തിനോ ആദർശത്തിനോ ഒരു കുറവുമില്ലെന്നുള്ള ഉറപ്പ് കൂടുകയാണ്. സൂറത്ത് യാസീനിന്റെ ബഹുമാനം പ്രകടിപ്പിക്കുകയാണ്. യാസീൻ ഓതിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. കയ്യിലൽപ്പം പൊടിമണ്ണ് വാരി പിടിക്കുകയാണ്. ശത്രുക്കളുടെ തലയിലേക്ക് പൊടിമണ്ണ് വാരി എറിയുകയാണ്. പകരം കുപ്പിച്ചെല്ലെറിഞ്ഞിട്ടില്ല, അതേ കരിങ്കല്ലെറിഞ്ഞിട്ടില്ല. അപകടം പറ്റാത്ത വെറും പൊടിമണ്ണ് വാരിയിട്ട് ഒരപകടവും എന്നെ കൊല്ലാൻ വന്ന ശത്രുക്കൾക്ക് സംഭവിക്കരുതെന്ന നിലക്ക് പൊടിമണ്ണ് വാരിയിട്ട് തലയിലേക്ക് ഫഹും ലാ യുബ്സിറൂൻ എന്ന് പറയുമ്പോൾ എറിയുകയാണ്. ആ എറിലൂടെ അത്ഭുതം സൃഷ്ടിക്കുകയാണ്. എല്ലാ ശത്രുക്കളും അല്പം അങ്ങ് മയങ്ങിപ്പോവുകയാണ്. അവിടുന്ന് ധൈര്യപൂർവം അവരുടെ മുന്നിലൂടെ ഇറങ്ങിപ്പോവുകയാണ്. പോയിട്ടതാ പർവ്വതത്തിന്റെ മേലെ കയറി ഒരു ഗുഹയിൽ അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒളിച്ചിരിക്കുമ്പോൾ അവിടുത്തേക്ക് കാബലിന് പീരങ്കി വേണ്ട, അവിടുത്തേക്ക് കാബലിന് വാള് വേണ്ട. അതുകൊണ്ട് തന്നെ അവിടുന്ന് വാളല്ല, പീരങ്കിയല്ല. വന്നുൽ ഹമ്മാമ വന്നുലക ബുത്തല്ല ഖൈറിൽ ബരിയത്തി ലം തൻസുജ് വലം തഹുബി വിഖായത്തുല്ലാഹി യഗ്നത് അമ്മു വഅഫതി. പടച്ചവന്റെ കാവലിന് വേണ്ടി അല്ലാഹു പറഞ്ഞേച്ചു കൊടുത്തത് ചിലന്തി വലയാണ്. ചിലന്തി വല കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചാൽ എന്റെ അടിമക്ക് ഞാൻ കാവല് നൽകും. എന്റെ ദീനീ പ്രവർത്തകന്മാർക്ക് ചിലന്തി വല കൊണ്ട് ഞാൻ കാവല് നൽകും. ചിലപ്പോൾ മാടപ്പെറാവിനെ കൊണ്ട് കാവല് നൽകും. അതാ എന്റെ ദീനീ പ്രവർത്തകന്മാർക്ക് കാവല് കൊടുക്കാൻ ഇവിടെ ഒരു പീരങ്കിയും വേണ്ട, ഒരു പട്ടാളവും വേണ്ട. ഇവർക്ക് കാവല് കൊടുക്കാൻ ചിലന്തി മലമതി. ചിലന്തി വല കൊണ്ട് കാവല് കൊടുത്തു. ശത്രുക്കളൊക്കെയും തിരിച്ചുപോയില്ലേ? അത് ഈ ലോകത്ത് പഠിച്ചവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ. സുഹൃത്തുക്കളെ, നീട്ടി സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ഒതായിൽ പ്രസംഗിക്കാതെ മടങ്ങിപ്പോകുന്നു. പക്ഷേ അൽഹംദുലില്ലാഹ് നമ്മുടെ നേതാക്കന്മാർ നമുക്ക് മനക്കരുത്ത് നൽകി. പതറാതെ ചിതറാതെ പ്രവർത്തിച്ചു, പിന്നെയും പ്രവർത്തിച്ചു. അൽഹംദുലില്ലാഹ് ഈ വർഷം പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ ഒതായിൽ പോയി സ്വതന്ത്രമായി പ്രസംഗിച്ചു. ഒരു ചെറിയ ചലനം പോലുമില്ല. എല്ലാ മുജാഹിദുകളും ഇരുന്ന് പ്രസംഗം കേട്ടു. മുജാഹിദിന്റെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കേട്ടു. നമ്മൾ ആരെയും ചീത്ത പറഞ്ഞിട്ടില്ല, ആരെയും തെറി പറഞ്ഞിട്ടില്ല, ആരെയും നിസ്സാരപ്പെടുത്തിയിട്ടില്ല, ആരെയും നിന്ദിച്ചിട്ടില്ല, ആരെയും ഇൻസൾട്ടാക്കിയിട്ടില്ല. അതൊന്നും നമ്മൾ ആദർശ പ്രചരണ രംഗത്തുള്ള പരിപാടികൾ അല്ല. മറിച്ച് നമ്മൾ പ്രമാണങ്ങൾ, തെളിവുകൾ പറഞ്ഞു പ്രസംഗിച്ചു. അൽഹംദുലില്ലാഹ് പ്രസംഗം തീരുന്നതുവരെ എല്ലാവരും കേട്ടു. അങ്ങനെയാണ് നമ്മുടെ ആശയപ്രചരണം. കുറ്റിയാടിയിൽ പോയിട്ട് ചെന്ന ഉടനെ തന്നെ എല്ലാരെയും ചീത്ത പറഞ്ഞിട്ടല്ല കുറ്റിയാടിയിലും പരിസരങ്ങളിലും സുന്നത്ത് ജമാഅത്ത് ഉണ്ടാക്കിയത്. ഒതായിൽ പോയി ആദർശം പ്രസംഗിച്ചു. തെളിവുകൾ.
അതിങ്ങനെ പറഞ്ഞ് പ്രസംഗിച്ചു. അൽഹംദുലില്ലാഹ് പ്രസംഗം കഴിഞ്ഞ് പോകുന്നതിന് ശേഷം ഞാൻ സംഘാടകരോട് വിളിച്ച് ചോദിച്ചു എന്തൊക്കെയാണ്. അവർ പറഞ്ഞു അവിടെയുള്ള മുജാഹിദീങ്ങളൊക്കെ പറയുന്നത് ഇനിയും സുന്നി വഅദ് കേൾക്കണം എന്ന് പറയും. കാരണം ഞങ്ങളെ വഅദിൽ മുജാഹിദിന്റെ പ്രസംഗത്തിൽ നോക്കുമ്പോ ഒക്കെ ജിന്നും ശൈത്താനും ചർച്ചയാണ്. ഇത് ചെന്നപ്പോ കുറച്ച് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് മനസ്സിലായി. മാത്രമല്ല വായിച്ച് കേൾപ്പിച്ച സംഗതികൾ കണ്ടു നോക്കുമ്പോ വല്ലാത്ത സംഗതികളെ മൗലവിമാരെ എന്തൊക്കെയാ പറഞ്ഞത്. അൽമനാറിലല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിഴവ് സംഭവിച്ചു എന്ന് പറയുന്നത്. പിന്നെ ആരാ പിഴവ് പറ്റാത്തവരുണ്ടാകുക? എങ്ങനെ ഇസ്ലാമിന് മനസ്സിലാക്കുക? അതുപോലെ തന്നെ അള്ളാഹുവിന് രണ്ട് കൈയുണ്ട് എന്ന്, അള്ളാഹുവിന് അവയവങ്ങളുണ്ട് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിന് അവയവങ്ങൾ ഇല്ല എന്നല്ലേ ഇതുവരെ പഠിച്ചത്. ഇപ്പൊ പറയുന്ന അള്ളാഹുവിന് രണ്ട് കൈയുണ്ട്, പക്ഷേ അത് രണ്ടും വലത്താണ്. ഈ എന്ന് 2007 2009 നോക്കുമ്പോൾ അള്ളാഹ് ഇടത്തെ കൈ പുതിയത് മുളക്കുന്നു, ആ ഇടത്തെ കൈ അള്ളാഹുവിന്റെ ഭൂമി പിടിക്കുന്നു. ഈ ഇങ്ങനെ കൊല്ലത്തിൽ മാറുന്ന ഒരല്ല ഇങ്ങനെയാണോ ഞങ്ങളെ നരകത്തിലേക്ക് ഇവർ നയിച്ചു കൊണ്ടുപോകുന്നത് എന്ന് ഞങ്ങൾക്കിപ്പോ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സുന്നി വേദനയും കേൾക്കണം എന്ന് അവരാഗ്രഹം പ്രകടിപ്പിച്ചു എന്ന് സംഘാടകർ പറഞ്ഞു. ആ പ്രസംഗത്തിന്റെ CD കിട്ടും. എന്തിനു സുന്നിയാകണം എന്നാണ് അതിന്റെ പേര്. ആദർശം പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്തിനു സുന്നിയാകണം? അങ്ങനെ ആയിരക്കണക്കിന് CD ഉണ്ട്. ഇപ്പോൾ ഞാൻ വളരെ ചുരുക്കി മാത്രം പറയട്ടെ. സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് തന്നതാണ് വിവേചന ശക്തി, വിശേഷ ബുദ്ധി. നമ്മൾ മറ്റ് ജീവികളെ പോലെയല്ല. വിവേചന ശക്തി പക്ഷേ നമ്മൾ ഉപയോഗപ്പെടുത്തണം, വിശേഷ ബുദ്ധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പോഴാണ് നമുക്ക് കാര്യം ഗ്രഹിക്കാൻ കഴിയുക. സുബ്ഹാനല്ലാഹ്, ഇന്നലെ ഞാൻ തിരുവനന്തപുരം കൊല്ലത്ത് വെച്ച് വഅദ് പറയുമ്പോൾ പറഞ്ഞിരുന്നു, ഇപ്പോൾ പറയാൻ സമയമില്ല. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഓ നബിയേ അത്തഅ്ദനുലി ലിസ്സിനാ, എനിക്ക് വ്യഭിചാരം നടത്താൻ സമ്മതം തരുമോ നബിയേ എന്ന് ചോദിച്ചു. ഇന്നാലില്ല, ആർക്കെങ്കിലും ധൈര്യം വരുമോ? വ്യഭിചാരത്തിന് സമ്മതം ചോദിക്കാൻ ആർക്കെങ്കിലും ധൈര്യം വരുമോ? ബക്കറ്റ് സമസ്ത കേരള സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ എന്ന് പറഞ്ഞാലേ ഇത് സിറാജുൽ പിന്നെ ഞാൻ സർക്കാർ ചെയ്ത് നിങ്ങൾ വന്നിട്ട് ഞാൻ കൊടുത്തിട്ട് കാര്യം. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ മുഅല്ലിമിയൊക്കെ എത്ര ശമ്പളം. ഇവിടൊക്കെ ഒരു മുഅല്ലിമിന് 15,000-20,000 കൊടുക്കുന്നുണ്ടാവും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു 10,000 ഒക്കെ തന്നെ കിട്ടുള്ളൂ. ഇവിടൊക്കെ എത്രയാണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു കുറഞ്ഞു പോയോ? മുഅല്ലിമികളെ ശമ്പളം കുറഞ്ഞു പോയോ? ഞാൻ പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചെറിയ ശമ്പളത്തിന് ജോലി എടുക്കുന്നവരാണ്, അല്ല സേവനം ചെയ്യുന്നവരാണ് മുഅല്ലിമീങ്ങൾ. അപ്പൊ അവർക്ക് ഇതൊന്നും താങ്ങാൻ കഴിയൂല. അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വ്യഭിചാരത്തിന് സമ്മതം തരുമെന്ന് ഒരാൾ സമ്മതം ചോദിച്ചതാ. സുബ്ഹാനല്ലാഹ്, അണികളായ ആളുകൾ, സഹാബികൾ എല്ലാവരും അയാളെ വരട്ടാൻ നോക്കുന്നു. എന്താടാ നീ ചോദിച്ചതാണോ ഇത്? സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ഇങ്ങനത്തെ ഒന്നും പ്രസംഗത്തിൽ പറഞ്ഞൂടാ. കാരണം ക്ലിപ്പാക്കുന്ന കാലമാണ്. ഇപ്പൊ ഞാൻ എന്താടാന്ന് അറിയുവാണെങ്കിൽ മുറിച്ചെടുത്തിട്ട് കണ്ടോ പേരോട് എന്താടാന്ന് വിളിച്ചു എന്ന് അറിയൂ. അപ്പുറം ഇപ്പുറം കണ്ട് കത്താലിയും. അങ്ങനത്തെ ധാരാളം കബളിപ്പിക്കുന്ന മനുഷ്യന്മാരുള്ള കാലമാണ്. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വ്യഭിചാരത്തിന് സമ്മതം ചോദിക്കോ? പക്ഷേ ആ മഹോന്നതരായ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി നിങ്ങൾ മിണ്ടല്ല, ഞാൻ ശരിയായിക്കോളൂ, നിങ്ങളെന്തിനു തിരക്കൂട്ടുന്നത്? അയാളെ കുതിരു, അദ്ദേഹത്തിനെ ഇങ്ങോട്ട് അടുത്തോട്ട് വരാൻ പറയാം. സമീപത്ത് വിളിച്ചിട്ട് സൗമ്യമായി അവിടുന്ന് ചോദിക്കുന്നു, നിന്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിച്ചാൽ നീ ഇഷ്ടപ്പെടുമോ? ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, എന്റെ ബാപ്പയും ഉമ്മയും വേണ്ട, എന്റെ ശരീരം തന്നെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കും നബിയെ, ഞാനത് ഇഷ്ടപ്പെടൂല. അപ്പൊ അവിടുന്ന് പറയാണ്, മനുഷ്യന്മാരാരും അവരെ ഉമ്മാനൊരാൾ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടൂല. പിന്നെ ഇങ്ങനെ ഓരോരുത്തരെ പറ്റി ചോദിക്കുകയാണ്, നിന്റെ പെങ്ങളെ, നിന്റെ മകളെ, നിന്റെ ഇളോമയെ, നിന്റെ മുത്തച്ഛിയെ, ഇങ്ങനെ
ഓരോ കുടുംബത്തിലുള്ള സ്ത്രീകളെ സംബന്ധിച്ച് ചോദിക്കുകയാണ്. പിന്നെ നിന്റെ ഭാര്യയെന്ന് ചോദിക്കേണ്ട ഇല്ലല്ലോ, ചോദിക്കുകയാണ് ഓരോന്നോരോന്ന്. അപ്പോഴൊക്കെ അയാൾ പറയണു ഇല്ലല്ല, ലാ വല്ലാഹി ലാ വല്ലാഹി, ഇല്ല നബിയെ, ഞാൻ ഇഷ്ടപ്പെടൂല എന്റെ ബന്ധത്തിൽ ഒരൊറ്റ പെണ്ണിനെ ബലാത്സംഗം ചെയ്യുന്നത്, വ്യഭിചരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടൂല. അപ്പോഴൊക്കെ നബി തങ്ങൾ പറയാണ് അങ്ങനെ തന്നെയാണ്, മനുഷ്യന്മാരാരും ഇഷ്ടപ്പെടൂല. അവസാനം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കൈവെക്കുന്നു. ഉത്ബോധനത്തിന്റെ പുറമെ ബറക്കത്തും വേണം, അപ്പോഴാണ് കൂടുതൽ ഉത്ബോധനം ഫലം ചെയ്യുക. അതുകൊണ്ട് കൈയെടുത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വെക്കുന്നു, ബറക്കത്തും കൊടുക്കുന്നു, ഉത്ബോധനവും കൊടുക്കുന്നു. ഹബീബായ നബിതങ്ങൾ എന്നിട്ട് പ്രാർത്ഥന നടത്തുന്നു. അല്ലാഹുമ്മ ഹ്ദി ഖൽബാ, അല്ലാഹുമ്മ തഹിർ ഖൽബാ, അല്ലാഹുമ്മ ഹസ്സിൻ ഫർജാ. പടച്ചവനേ, അദ്ദേഹത്തിന്റെ മനസ്സ് നന്നാക്കണേ, അദ്ദേഹത്തിന്റെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കണേ, അദ്ദേഹത്തിന് നല്ലത് മാത്രം തോന്നിപ്പിക്കണേ. അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുന്നു. അതും കഴിഞ്ഞ ചെറുപ്പക്കാരനെ അങ്ങ് വിട്ടപ്പോൾ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒരന്യപെണ്ണിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഉത്ബോധനങ്ങൾ ഫലം ചെയ്യും. ബുദ്ധിയുള്ള ജനങ്ങൾക്ക് എന്റെ ഉമ്മയെ ഒരാളും തൊടാൻ പാടില്ല, എന്റെ ഭാര്യയെ ഒരാൾ നോക്കാൻ പാടില്ല, എന്റെ പെങ്ങളെ ഒരാൾ കൈപിടിക്കാൻ പാടില്ല. എങ്കിൽ പിന്നെ ഞാനൊരു പെണ്ണിനെ വ്യഭിചരിക്കുമ്പോൾ എന്നെപ്പോലൊരു മാന്യന്റെ പെങ്ങളോ ഉമ്മയോ എളാമയോ മുത്തച്ഛിയോ ഇളച്ചിയോ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോ അങ്ങനെയല്ലാതെ ഒരു പെണ്ണിനെ വ്യഭിചരിക്കാൻ കിട്ടുമോ? കിട്ടില്ല എന്നുറപ്പല്ലേ? അപ്പൊ മാന്യന്മാരുടെ കുടുംബത്തെയും സമൂഹത്തെയും സമുദായത്തെയും അതാ മാന്യത പിച്ചിച്ചീന്തുന്ന ഏർപ്പാടല്ലേ ഞാൻ ചിന്തിക്കുന്ന വ്യഭിചാര കുറ്റം. അതൊരു സമുദായത്തോടും ഒരു കുടുംബത്തോടും ആകമാനം ചെയ്യുന്നൊരു തെറ്റല്ലേ? ഒരു വ്യക്തിയോടല്ലല്ലോ, ഒരുപാട് ആളുകളോട് ചെയ്യുന്ന തെറ്റല്ലേ? അതിന്റെ പുറമേ എന്റെ റബ്ബ് വിരോധിച്ചതല്ലേ? ആ മനുഷ്യനാ തെറ്റിൽ നിന്നകന്നു നിൽക്കുന്നു. ബുദ്ധിയുള്ളവർക്ക് കാര്യം പറഞ്ഞു കൊടുത്താൽ ഫലം ചെയ്യും. അതേസമയത്ത് ബുദ്ധിയില്ലാത്ത മനുഷ്യന്മാരുണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ചിന്തിക്കുന്ന ഹൃദയം ഇല്ല, കാണേണ്ടത് കണ്ടു മനസ്സിലാക്കാനുള്ള കാഴ്ചയില്ല, കേൾക്കേണ്ടത് കേട്ട് മനസ്സിലാക്കാനുള്ള കേൾവി ശക്തിയില്ല. അവര് ഉലൈക കൽഅൻആം, അവര് മൃഗങ്ങളെ പോലെയാണ് എന്ന് പറഞ്ഞു. അല്ലാഹു കാക്കട്ടെ. അക്കൂട്ടത്തിൽ നമ്മൾ ആരെയും ബന്ധപ്പെടുത്താതിരിക്കട്ടെ. എന്നാൽ അതിനേക്കാൾ അപ്പുറമുണ്ടൊരു കൂട്ടർ, ബൽഹും അവൽ, മൃഗത്തിനേക്കാൾ അപ്പറ. അങ്ങനെ നിങ്ങൾ കണ്ടില്ലേ? ഇപ്പൊ അടുത്ത് സുപ്രീം കോടതി വിധി വന്നു, സ്വർഗരതി പാടില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി വിധി വന്നു. ഒരൊറ്റ പോത്തിനും പ്രതിഷേധമില്ല, ഒരൊറ്റ കാളക്കും പ്രതിഷേധമില്ല, ഒരൊറ്റ പശുവിനും എരുമക്കും പ്രതിഷേധമില്ല. കാരണം അവകളൊന്നും കാളന്റെ പിന്നാലെ പോക്കില്ല, പൂവൻകോഴിന്റെ പിന്നാലെ പോക്കില്ല, ഒരു പശുവിന്റെ പിന്നാലെ പോക്കില്ല, അവക്കൊന്നും പ്രശ്നമില്ല. പിന്നെയോ ചിലർക്ക് സുപ്രീം കോടതി വിധി പറ്റില്ല. കാരണം ഉലൈക കൽഅൻആം ബൽ ഹും അവൽ, അവർ മൃഗത്തെക്കാൾ അത് പതിച്ചുപോയി. അവരാശയം ആ നിലക്കാണ്. അങ്ങനത്തെ ചിലരുണ്ട്. അല്ലാഹു കാക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഓ സുഹൃത്തുക്കളെ, അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മെ അല്ലാഹു മനുഷ്യരാക്കി വിശേഷ ബുദ്ധി തന്നു. എന്നാൽ ആ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യരിൽ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരുണ്ട്, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്, വലിയ രാഷ്ട്രത്തലവന്മാരുണ്ട്, വലിയ പണക്കാരുണ്ട്. നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് വലിയ പണക്കാരനാണ് അംബാനി. എനിക്ക് അറിഞ്ഞൂടാ, ഇങ്ങനെ കേട്ടതാ. അംബാനി എന്ന് ഒരാളുണ്ട്, വലിയ പണക്കാരനാണ്. അയാളെ വീട്ടിന് തന്നെ എത്ര കോടിയാ! സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ വീട്ടിൽ 40 കോടി തരുമ്പോ തലവേദനയാകുന്ന മനുഷ്യന്മാരുണ്ട്. അംബാനിന്റെ വീട്ടിന് എത്ര കോടി പറഞ്ഞാൽ 2000 കോടി തരാൻ ഒരു കുഴപ്പമില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനത്തെ വലിയ വലിയ മുതലാളിമാരുണ്ട്.
അമേരിക്കയുടെ പ്രസിഡന്റുണ്ട്, റഷ്യയുടെ പ്രധാനമന്ത്രിയുണ്ട്, ജർമ്മനിയുടെയും അതുപോലെ പല രാഷ്ട്രത്തിന്റെയും തലവന്മാരുണ്ട്. പക്ഷേ അവർക്കിൽ പലർക്കും, പല രാഷ്ട്രത്തലവന്മാർക്കും, പല ശാസ്ത്രജ്ഞന്മാർക്കും, പല ഉദ്യോഗസ്ഥന്മാർക്കും, പല പണക്കാർക്കും അല്ലാഹു കൊടുക്കാത്ത ഏറ്റവും വലിയ സ്വത്ത് അല്ലാഹു നമുക്ക് തന്നു. അതാണ് യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശാ, അവനുദ്ദേശിച്ചവർക്ക് മാത്രം കൊടുക്കുന്ന ഈമാനിന്റെ വെളിച്ചം. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. എത്ര സ്തുതിക്കണം റബ്ബിനെ. കാരണം അംബാനിയുടെ കൊട്ടാരം മരിക്കുന്നത് വരെ മാത്രമാണ്. അതേ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭരണം തീരുന്നത് വരെ മാത്രമാണ്. അതേ ലോകത്തുള്ള ഏത് ഉദ്യോഗസ്ഥനെയും ഉദ്യോഗം റിട്ടയർ ആകുന്നത് വരെ മാത്രമാണ്. അല്ലേ? എന്നാൽ തീരാത്ത ലോകം, അവസാനിക്കാത്ത കാലം, അതേ ഒരിക്കലും മുറിയാത്ത സന്തോഷം, അത് സ്വർഗമല്ലേ? അത് കിട്ടാൻ വേണ്ടുന്ന വിഷയം ഈമാനല്ലേ? അത് സാധുക്കളായ നമുക്ക് അല്ലാഹു തെരഞ്ഞെടുത്ത് തന്നുവല്ലോ. അൽഹംദുലില്ലാഹ്. റബ്ബിനെ എത്ര സ്തുതിക്കണം, എത്ര സന്തോഷിക്കണം. ആ ഈമാനല്ലേ ഏറ്റവും വലിയ സമ്പത്ത്. ആ സമ്പത്ത് നമുക്ക് അല്ലാഹു തന്നില്ലേ? അതുകൊണ്ട് തന്നെ ഈമാനിന്റെ ആറാമത്തെ കാര്യം വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹ്. ഏത് ഖൈർ നമുക്ക് ലഭിച്ചാലും അത് അല്ലാഹുവിങ്കൽ നിന്ന് അവൻ സൃഷ്ടിച്ചയച്ചത് തന്നെയാണ്. ഏത് നാശം നമുക്ക് സംഭവിച്ചാലും അതൊരു പക്ഷേ നമ്മളെ കല്ലെറിഞ്ഞാലും, നമ്മെ അതാ അടിച്ചാലും കുത്തിയാലും കൊന്നാലും, നമ്മെ എന്ത് തന്നെ ചെയ്താലും അതെല്ലാം റബ്ബിന്റെ തീരുമാനപ്രകാരം നടക്കുന്നതായതിനാൽ തന്നെ ഹദ്ദാദ് റതീബ് ചൊല്ലുന്ന നമുക്ക്, വിർദുൽ ലതീഫ് ചൊല്ലുന്ന നമുക്ക്, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ദിക്ർ പഠിച്ച നമുക്ക്, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യം റസൂലാ. ഓണപ്പറമ്പിലെ മനസ്സ് വേദനിക്കുന്ന സുന്നി പ്രവർത്തകരെ, അതുപോലെ അതാ പല പ്രദേശങ്ങളിലും കണ്ണൂർ ജില്ലയിലും മറ്റ് ജില്ലകളിലും അക്രമങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് വിഷമിക്കുന്ന സുന്നി പ്രവർത്തകരെ, നമ്മുടെ റബ്ബല്ലേ അല്ലാഹു തആല, ആ റബ്ബ് തരുന്ന മുസീബത്തുകളെല്ലാം നമുക്ക് ആഖിറത്തിലേക്ക് സമ്പാദ്യമാണ് കേട്ടോ. ഹബീബായ നബിതങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അവിടുത്തെ മുമ്പല്ല് പൊട്ടിത്തെറിച്ചിട്ടില്ലേ? അവിടുത്തെ തല പൊട്ടിയിട്ട് രക്തം വന്നിട്ടില്ലേ? അവിടുത്തെ കാലിൽ രക്തം പൊട്ടി ഒലിച്ചിട്ടില്ലേ? ഇതൊക്കെ യജമാനനായ റബ്ബിന്റെ തീരുമാനമല്ലേ? അതൊക്കെ അവിടുത്തേക്ക് ദറജകളെ ഏറ്റിക്കൊടുക്കാനല്ലേ? അവിടുത്തെ അനുയായികൾ ഖിയാമത്ത് നാൾ വരെ അക്രമങ്ങളും അതുപോലെ അത് അനീതികളും വരുമ്പോ അതിന്റെ മുന്നിൽ പതറാതെ നെഞ്ഞൂക്കോടെ ഉറച്ചു നിന്ന് അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ചിട്ട് അത് പ്രചരിപ്പിക്കാനല്ലേ? ദഇൽ അയ്യാമ തഫ്അലു മാ തശാഉ വതിബ് നഫ്സൻ ഇദാ ഹകമൽ ഖളാഉ വകുൻ റജുലൻ അലൽ അഹ്വാലി ജൽദാ വസീമതുക സബാഹതു വൽ വഫാഉ. മഹാനായ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു, ആ മഹാൻ പാടിയ രണ്ട് വരികളാണിത്. ഇത് ഏകദേശം ഒരു 1989 കാലത്ത് ഞാൻ കൊടുവള്ളിയിൽ വെച്ച് ചൊല്ലിയിട്ടുണ്ട്. ഒരു 25 കൊല്ലം മുമ്പ് അത് ചൊല്ലാനുണ്ടായിരുന്ന കാരണം, ഞാൻ സുന്നത്ത് ജമാഅത്ത് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ
സദസ്സിൽ വന്ന പാവം മുതഅല്ലിമീങ്ങൾ അവരുടെ തലയിലേക്ക് ഉരുളൻ കല്ല് വന്ന് വീഴുന്നു, രക്തമിങ്ങനെ പമ്പ് ചെയ്യുന്നത് ഞാൻ കാണുന്നു. അപ്പോൾ ഞാൻ ഈ ബൈത്ത് ചൊല്ലിയിട്ടുണ്ട്, ദഇൽ അയ്യാമ തഫഅലു മാ തശാഉ വതിബ് നഫ്സൻ ഇദാ ഹകമൽ ഖളാഉ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ദിവസങ്ങൾ അങ്ങ് വിടൂ മോനെ, അല്ലാഹുവിന്റെ ഖളാ അനുസരിച്ച് നടക്കുന്നതൊക്കെ നടക്കും. നീ വകുൻ റജുലൻ, നീ ആൺകുട്ടിയായി ജീവിക്കണം മോനെ. അലൽ അഹ്വാലി ജൽദ, ഏത് പ്രയാസം വരുമ്പോഴും ധീരതയോടെ നീങ്ങണം മോനെ. വസീമതുക സമാഹതു വൽ വഫാഉ, നിന്റെ സ്വഭാവം നീ വിട്ടുവീഴ്ചയുള്ളവനാകണം. ഇങ്ങോട്ട് കല്ലെറിഞ്ഞവനെ പകരം കല്ലെറിയണ്ട, ഇങ്ങോട്ട് തെറിച്ചു പറഞ്ഞവനെ അങ്ങോട്ട് തെറി പറയണ്ട, ഇങ്ങോട്ട് ചീത്ത പറഞ്ഞവനെ അങ്ങോട്ട് ചീത്ത പറയണ്ട, ഇങ്ങോട്ട് നിസ്സാരപ്പെടുത്തിയവനെ നീ നിസ്സാരപ്പെടുത്തണ്ട, നീ അങ്ങനെ അങ്ങോട്ടൊന്നും ചെയ്യണ്ട. അവരെല്ലാം കാണുന്നൊരു റബ്ബുണ്ട്, അവരെല്ലാം നിയന്ത്രിക്കുന്നൊരു റബ്ബുണ്ട്, അവൻ തന്നെ വേണ്ടതങ്ങ് ചെയ്തോളും. അൽഹംദുലില്ലാഹ്. ഓണപ്പറമ്പിൽ നമ്മളത് കണ്ടില്ലേ? ഓണപ്പറമ്പിൽ നമ്മളത് കണ്ടില്ലേ? നമ്മളെ പ്രവർത്തകന്മാരെ ജയിലിലടക്കാൻ ശ്രമിച്ചവർ ജയിലിൽ അടങ്ങില്ലേ? അല്ലാഹുവല്ലേ നിയന്ത്രിക്കുന്നവൻ, അല്ലാഹുവല്ലേ കാണുന്നവൻ, അവനല്ലേ കേൾക്കുന്നവൻ. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി, നിങ്ങൾ അല്ലാഹുവിന്റെയും റസൂലിന്റെയും മുന്നിൽ നിങ്ങൾ മറികടക്കണ്ട. നിങ്ങൾ അല്ലാഹുവിന്റെയും റസൂലിന്റെയും മുന്നിലുള്ളവരാണ്. അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ കാണുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോളൂ. ഇന്നല്ലാഹ സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ആ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് ജീവിക്കൂ മുഅ്മിനീങ്ങളെ. എങ്കിൽ ആ റബ്ബിന്റെ സഹായം എവിടെയും നമുക്ക് ലഭിക്കും. പക്ഷേ മുഅ്മിനീങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. അമ്പിയാക്കൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതേ സാലിഹീങ്ങൾക്ക് പരീക്ഷണമുണ്ടായിട്ടുണ്ട്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വെറുതെ ചൊല്ലിയതല്ല. പണ്ഡിതന്മാരെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. എന്തിന്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. മഹാനവറുകൾക്ക് ചെയ്ത ഏക തെറ്റ്, മഹാനവറുകൾ ചെയ്ത ഏക തെറ്റ് വലിയ ബുദ്ധിയുള്ള ആളായിരുന്നു. ഒരു തെറ്റാ? ബുദ്ധിയുള്ള ആളെ അല്ലാഹു ബുദ്ധിയുള്ള ആളായിട്ട് പഠിച്ചതാ. അതിന് മൂപ്പര് ചെയ്ത തെറ്റാണോ? അത് വല്ലാത്ത ബുദ്ധിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് പഠിക്കുന്ന കാലത്ത് തീരെ സാമ്പത്തിക ശേഷിയില്ല. അതുകൊണ്ട് മൂപ്പര് വരിസംഖ്യ കൊടുക്കാൻ കഴിയില്ല. ഉസ്താദിന് വരിസംഖ്യ കൊടുക്കാൻ കാശില്ല. അപ്പൊ ഉസ്താദ് ചിലപ്പോ ഗുരുനാഥൻ വേണ്ടതുപോലെ ഈ കുട്ടിയെ ശ്രദ്ധിക്കൂല, കാരണം വരിസംഖ്യ കിട്ടൂല. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. നിങ്ങളിവിടെ പിന്നെ അങ്ങനത്തെ ആൾക്കാരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ശമ്പളം കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ട് ഞാൻ ബാങ്ക് മിസ്സാക്കി എന്ന് പറഞ്ഞൊരു മൊയിലായി അങ്ങനെ പറഞ്ഞു കേട്ടതാണ്. ശരിയായിട്ടോ എനിക്കറിയില്ല. അങ്ങനെയായി പോകാൻ പാടില്ല. സേവനങ്ങൾ അല്ലാഹുവിന് വേണ്ടിയായിരിക്കണം. അല്ലാഹുവിന് വേണ്ടി സേവനം ചെയ്താൽ അള്ളങ്ങളെ സഹായിക്കും. യാതൊരു സംശയമില്ല. അതില് അനുഭവങ്ങളല്ലേ അള്ള സഹായിക്കും. ഞാനിപ്പോ ഏകദേശം ഒരു മാസത്തോളം വയത് പറഞ്ഞു പല സ്ഥലത്തായിട്ട്. സൂറത്തുൽ കഹ്ഫ് മാത്രം 16 ദിവസം 17 സ്ഥലം പ്രസംഗിച്ചു. സൂറത്തുൽ ദീൻ 2 ദിവസം കർണാടകയിൽ പോയി വയത് പറഞ്ഞു. സൂറത്തുൽ അഖ്ലാഖ് സ്വഭാവം പഠിക്കുന്ന സൂറത്തുൽ ഹുജറാത്ത് അത് 4 ദിവസം പറഞ്ഞു. ഇതൊന്നും 5 പൈസ കിട്ടാണ്ടുള്ള വേദ, 5 പൈസ കിട്ടാത്ത വേദ. അങ്ങനെ എത്ര വേദ പറഞ്ഞു. അപ്പോ സുബ്ഹാനല്ലാഹ് ഫീസൊക്കെ പറഞ്ഞ് വേദ വരുന്നില്ലേ. പക്ഷെ ഒരു കാശും പറഞ്ഞിട്ടില്ല, വാങ്ങിയിട്ടില്ല, തന്നിട്ടില്ല. കാരണം ഞാൻ തന്നെയാ സംഘാടകൻ. പിന്നെ എങ്ങനെ 5 പൈസ കിട്ടിയില്ല. പക്ഷെ എനിക്കത് ഒരു പ്രയാസം തന്നു. ഒരു പ്രയാസം തന്നിട്ടില്ല. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം നമ്മുടെ മുഅല്ലിമീക്കും ഉസ്താദ് മുതഅല്ലിമീക്കും ഒക്കെ ധൈര്യം കിട്ടാൻ വേണ്ടി പറയാണ്, വേറൊരു ഉദ്ദേശത്തിലും പറയല്ല. മിന്നാന്ന് ഞാനിങ്ങനെ മർക്കസിൽ നിൽക്കുമ്പോൾ ഒരാൾ വരുന്നു. അയാൾ ആദ്യം വിളിച്ചിട്ട് ചോദിച്ചാൽ എവിടെയാ കാണാൻ. അപ്പൊ ഞാൻ മർക്കസിലുണ്ടാവും. മർക്കസിൽ നിൽക്കുകയാണ്. ഇയാളുടെ വന്നിട്ട് 1,33,333 ഉറുപ്പിയാണ് ഇയാൾ.
3313 അല്ലെ 33 അത് സിറാജുദ്ദീനിലേക്കുള്ളതാണ്. 1,00,000 റുപ്യ നിങ്ങൾക്കുള്ളതാണ് തന്നെയാണ്. ഞാനെന്തറിയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖജനാവ് എത്ര വിശാലമാണ്, അവന്റെ അധികാരം എത്ര വലുതാണ്. സുബ്ഹാനല്ലാഹ്. ഉസ്മാൻ ഇബ്നു മുസ്ലിം റളിയല്ലാഹു അൻഹു, അഫ്ഫാൻ ഇബ്നു മുസ്ലിം റളിയല്ലാഹു അൻഹു മഹാനവറുകളെ ഭരണാധികാരിയുടെ മുമ്പിൽ ഹാജരാക്കി. ചോദിച്ചു, ഖുർആൻ അല്ലാഹുവിന്റെ വചനമാണോ കലാമാണോ അല്ല സൃഷ്ടിയാണോ പറ. അപ്പൊ സുബ്ഹാനല്ലാഹ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ അടച്ചിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടല്ലോ ചിലർ സമ്മേളനം കഴിക്കൽ എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയാനാ. സുബ്ഹാനല്ലാഹ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു നസ്റുൽ ഖുസായി അഹ്മദ് ഇബ്നു നസ്റുൽ ഖുസായി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്നിട്ട് തോലിൽ നിർത്തിയിട്ട് ഭരണാധികാരി തന്നെ വാളുകൊണ്ട് അതാ തലവെട്ടിയിരിക്കുകയാണ്. എന്തിനാ തലവെട്ടുന്നത്? സുന്നത്ത് ജമാഅത്ത് പറഞ്ഞതിന്റെ പേരിലാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ഭരണം നടത്തുന്ന കക്ഷികളെ സ്വാധീനിച്ചു കളഞ്ഞു. അത് ഈ ചരിത്രത്തിലേക്ക് കടക്കാൻ ഇപ്പൊ സമയമില്ല. ബഹുമാനപ്പെട്ട ഇബ്നു നസ്റുൽ ഖുസായി റളിയല്ലാഹു അൻഹുവിന്റെ തലവെട്ടിയപ്പോൾ ആ തല പരിശുദ്ധ ഖുർആൻ ഓതുന്നു. മറമാടുന്നത് വരെ അതാ ഉടലിൽ നിന്ന് വേർപെട്ട തല മറമാടുന്നത് വരെ ഖുർആൻ ഓതുന്നു. പക്ഷേ ആ കറാമത്ത് കണ്ടിട്ടും ഈ വിരോധികളുടെ അരിശം തീർന്നില്ല. ചിലർ പറയും തെളിവ് കിട്ടിയാൽ സ്വീകരിക്കൂന്ന്. തെളിവ് കിട്ടിയാലൊന്നും സ്വീകരിക്കൂല. വെളിവ് കിട്ടാത്തവർക്ക് തെളിവ് കിട്ടിയിട്ട് കാര്യമില്ല. സുഹൃത്തുക്കളെ, ഇബ്നു നസ്റുൽ ഖുസായി തങ്ങളെ തലവെട്ടിക്കളഞ്ഞു. അക്കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ ഒരു പണ്ഡിതനെ കൊണ്ടുവന്ന് ഹാജരാക്കി. അദ്ദേഹത്തോട് ചോദിച്ചു, ഖുർആൻ സൃഷ്ടിയാണോ അല്ലേ പറ. അയാള് ഒരു ഹിക്മത്ത് കൊണ്ട് രക്ഷപ്പെട്ടു. അയാളെ ഹിക്മത്ത് എന്താ? കയ്യിന്റെ വിരൽ മടക്കി ഇങ്ങനെ പിടിച്ചിട്ട് ഭരണാധികാരിയുടെ മുന്നിൽ നിന്ന് പറഞ്ഞു, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഫുർഖാനുൽ അദീം ഈ 4 സൃഷ്ടിയാണ് എന്ന് പറഞ്ഞു. ഈ രാജാവ് വിചാരിച്ച് ഈ 4 കിതാബും സൃഷ്ടിയാണ് എന്നാ പറഞ്ഞത്. അയാൾ പൊട്ടേന്ന് പറഞ്ഞു. ഇയാൾ ഈ 4 തന്നെ ഈ 4 വിരലിനെ പറ്റിയാണ്. ഈ 4 തന്നെ ഈ വിരൽ, അതിന്റെ മുമ്പ് 4 കിതാബിന്റെ പേര് പറഞ്ഞേ ഉള്ളൂ. ഈ 4 തന്നെ ഈ 4 വിരലിനെ പറ്റിയാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽ സാധാരണക്കാര് തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ട് തുറന്ന് പറയണമെന്ന് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച പണ്ഡിതന്മാരിൽ പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ചിലരുടെ തലവെട്ടിപ്പോയി. അപ്പോഴാണ് അഫ്ഫാൻ ഇബ്നു മുസ്ലിമിനെയും കൊണ്ടുവന്ന് ഹാജരാക്കുന്ന കോടതിയിൽ. ഭരണാധികാരി ചോദിച്ചു, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണോ സൃഷ്ടിയാണോ? അഫ്ഫാൻ ഇബ്നു മുസ്ലിം തങ്ങൾ പറഞ്ഞു, അത് അല്ലാഹുവിന്റെ കലാമാണ്, സൃഷ്ടിയല്ല. ഉടനെ തന്നെ അദ്ദേഹത്തിന് വിധിച്ചത്, ഇദ്ദേഹത്തിന് ഇനി അങ്ങോട്ട് ഒരു നയാകാശം പൊതു ഫണ്ടിൽ ശമ്പളം കൊടുക്കരുത്, പട്ടിണി കിടന്ന് മരിക്കട്ടെ. അതങ്ങ് പറഞ്ഞപ്പോ അഫ്ഫാൻ ഇബ്നു മുസ്ലിം റളിയല്ലാഹു അൻഹു ഖുർആനിൽ നിന്ന് വഫിസ് സമാഇ റിസ്ഖുകും വഫിസ് സമാഇ റിസ്ഖുകും, ആകാശത്തിൽ നിങ്ങൾക്ക് ഭക്ഷണമുണ്ടെന്ന് ഖുർആനിലുണ്ട്, ഭൂമിയിലേ നിങ്ങൾക്ക് ഭരണമുള്ളൂ. സുബ്ഹാനല്ലാഹ്. മഹാനതും പറഞ്ഞുകൊണ്ട് പോയി. വീട്ടിൽ പോയി കിടന്നു. രാത്രി ഉറക്കു വരുന്നില്ല. എന്റെ കുടുംബം ഞാൻ ഇങ്ങനെ പോറ്റു. ആ സമയത്ത് ഒരാൾ വന്ന് വാതിലിന് മുട്ടുന്നു. വാതിൽ തുറന്ന വ്യക്തി 1 മാസത്തെ ശമ്പളം കൃത്യമായി കൊടുത്തിട്ട് പറയുന്നു, എല്ലാ മാസവും ഞാൻ എത്തിച്ചു തരും, പേര് ചോദിക്കണ്ട. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ചരിത്രങ്ങൾ മുഴുവനും എടുത്ത തബഖാത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ ഇമാം സിയൂത്തി താരീഖുൽ ഖുലഫയിൽ പറഞ്ഞിട്ടുണ്ട്. 2 ഗ്രന്ഥത്തിൽ ഞാൻ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പണ്ഡിതന്മാർ അവർ പരീക്ഷണങ്ങളുണ്ടാകും. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പരീക്ഷണത്തിന് വിധേയമായി. കാരണം എന്തായിരുന്നു? മഹാനവർക്ക് ഭാര്യ ബുദ്ധി. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുനാഥൻ ശ്രദ്ധിക്കുന്നില്ല, വരിസംഖ്യ കൊടുക്കാനില്ല. പക്ഷേ മഹാനവറുകൾ എന്ത് ചെയ്തു? മറ്റുള്ള കുട്ടികൾക്ക് പഠിപ്പിക്കാൻ നല്ലവണ്ണം ശ്രദ്ധിക്കും.
എന്റെ ഉസ്താദൊക്കെ പോയാൽ ബാക്കിയുള്ള കുട്ടികൾക്ക് മൂപ്പർ ക്ലാസ് എടുക്കും. കുറഞ്ഞത് അല്ല ബുദ്ധിമാന്മാർക്ക് കുറച്ച് കേട്ടാൽ മതി. അപ്പൊ പിന്നെ ഉസ്താദിന് തോന്നി ഈ കുട്ടീനെ നന്നായി പഠിപ്പിച്ചാൽ എനിക്ക് പിന്നെ തീരെ പണിയുണ്ടാവില്ല, മറ്റുള്ള കുട്ടികളൊക്കെ ഈ കുട്ടിയൊക്കെ നോക്കും. പിന്നെ ശാഫിഈ ഇമാമിനെ നല്ലോണം നോക്കാൻ തുടങ്ങി ഉസ്താദ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ ദർസിൽ പങ്കെടുക്കുന്ന വലിയ വലിയ ആലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ വന്ന് നിറയുന്നു. സുബ്ഹാനല്ലാഹ്, അതുപോലെ മുതഅല്ലിമീങ്ങളെ വേറെ ഒരു പണ്ഡിതനും കിട്ടുന്നില്ല. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇന്നത്തെ മാധ്യമം എടുത്തു നോക്കിയാലും ഒരു പണ്ഡിതനെതിരെ എന്താണ് ആ പണ്ഡിതൻ ചെയ്ത തെറ്റ്? 800ഓളം വരുന്ന മുതഅല്ലിമീങ്ങളെ സഹീഹുൽ ബുഖാരി ദിവസേന രാവിലെ ദർസ് നടത്തുന്നു. അങ്ങനെ 800ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തുകൊണ്ട് ബുഖാരി ദർസ് നടക്കുന്ന ഒരു ദർസ് അതാ കേരളത്തിലില്ലെന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തില്ലെന്ന് മാത്രമല്ല, ഇൽമിന്റെ കേന്ദ്രമായ എത്രയെത്ര രാഷ്ട്രങ്ങളുണ്ട്. ഒരു സ്ഥലത്തും 800ഓളം മുതഅല്ലിമീങ്ങൾ ഒന്നായിരുന്ന് ബുഖാരി കേൾക്കുന്ന ഒരു ദർസ് വേറെ ലോകത്തെവിടെയും ഇന്ന് ഇല്ലേ ഇല്ല. അതുള്ള കേന്ദ്രം മർകസു സഖാഫത്തി സുന്നിയ. ആ സ്ഥാപനത്തിൽ ഖമറുൽ ഉലമ ദർസ് നടത്തുമ്പോ അതേ മാധ്യമം പത്രത്തിന് വിഷമമില്ലാതിരിക്കുമോ? അല്ലെങ്കിൽ അതാ നല്ലതല്ല മനസ്സുള്ള അതാ കൻസുൽ ഉലമക്ക് അസൂയയില്ല, നൂറുൽ ഉലമക്ക് അസൂയയില്ല. അതേ ഖമറുൽ ഉലമയേക്കാൾ എത്രയോ ഉന്നത പദവിയുള്ള വലിയ വലിയ പണ്ഡിതന്മാരും ഒക്കെ ഉസ്താദിന് അസൂയയില്ല. അതിനപ്പുറം താജുൽ ഉലമക്ക് അസൂയയില്ല. നിഷ്കളങ്കമായ മനസ്സുള്ള ഒരു പണ്ഡിതനും അസൂയയില്ല. ആ പണ്ഡിതന്മാരെ ശിഷ്യന്മാർക്ക് അസൂയയില്ല. അതേ സമയത്ത് അതാ അല്ലാഹു തആല ഖൽബിൽ അതാ അസൂയയും വൈരാഗ്യവും വിദ്വേഷവും വെച്ച പണ്ഡിതന്മാർ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ചപ്പോൾ അവർ ഫിത്നയും ഫസാദും പറഞ്ഞു നിറച്ചു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് എല്ലാ ഫിത്നയും ഫസാദും പറഞ്ഞു നിറച്ചു എന്ന് മാത്രമല്ല, ഇമാം ശാഫിഈ തങ്ങളെ അതാ വടിയെടുത്ത് അടിച്ചു എന്ന് മാത്രമല്ല, ശാഫിഈ ഇമാം മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി പരസ്പരത്തും കൂട്ടുപ്രാർത്ഥന നടത്താറുണ്ട്. പക്ഷെ ആ പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചത് ഒരു പണ്ഡിതനെതിരാണ്, ശാഫിഈ ഇമാം തങ്ങൾക്കെതിരാണ്. അപ്പ ശാഫിഈ ഇമാം ചൊല്ലിയ പദ്യമാണ് തമന്ന ഉനസുൻ അൽ അമുത വഇന്ന മുതി ഫതിൽക സബീലുൽ ലസ്തു ഫിഹാ ബിഔഹദാ. ഞാൻ മരിക്കാൻ ചിലരാശിക്കുന്നു, പക്ഷേ ഞാനങ്ങ് മരിച്ചുപോയാൽ അവരൊക്കെ ഇവിടെ തന്നെ കാലകാലം താമസിക്കുമെന്ന് കരുതുന്നുണ്ടോ? നിശ്ചയിക്കപ്പെട്ട സമയത്ത് മരിക്കാത്തവരുണ്ടോ? ഒരു മിനിറ്റ് അപ്പുറത്തും ഇപ്പുറത്തും നീങ്ങുമോ? നിശ്ചയിച്ച സമയത്തല്ലേ ആരും മരിക്കുകയുള്ളൂ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ശുദ്ധമായ കളവ് പറഞ്ഞങ്ങ് പ്രചരിപ്പിച്ചു. നിങ്ങൾ കാണുന്നില്ലേ ഇപ്പോൾ മാധ്യമം പത്രം ദജ്ജാലൂന കദ്ദാബൂന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ പറഞ്ഞു. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ അവർ കബളിപ്പിക്കുന്നവരും ശുദ്ധമായ കളവ് ധാരാളം പറയുന്നവരുമാണ്. അവർക്ക് എന്ത് പണ്ഡിതന്മാർ? ഇമാമിങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു പോട്ടെ. ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് സാധാരണ മനുഷ്യനായി ജനിച്ചു, സാധാരണ മനുഷ്യനായി വളർന്നു, സാധാരണ മനുഷ്യനായി മരിച്ചു എന്ന് ഒരു മടിയും കൂടാതെ 1981 ഡിസംബറിലെ പ്രബോധനത്തിൽ എത്തിയ ജമാഅത്ത് ഇസ്ലാമിക്കാരന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം അവിടുത്തെ ശരീരം മണ്ണിന്റെ ഉള്ളിൽ വെച്ച് ജീർണിച്ച് നശിച്ചുപോയി എന്ന് 1987 ജനുവരിയിലെ പ്രബോധനത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരന് കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ച് കള്ളം പറയുന്ന ഒരു പ്രശ്നമാണോ അല്ലാഹുവിന്റെ റസൂലിനെ നിന്ദിക്കുന്ന കക്ഷികൾക്ക്? ഓ സഹോദരന്മാരെ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ അങ്ങനെ തന്നെയാണ്.
സുന്നികൾ യോജിച്ച് കാണാം. അത് എല്ലാ നല്ല മനുഷ്യരുടെയും മനസ്സാണ്. പക്ഷേ മാധ്യമം എന്ന് പറയുന്ന സാധനമുള്ള കാലത്തോളം അവർ യോജിക്കാൻ വിടൂല എന്ന ഉറച്ച തീരുമാനത്തിലാണ് അവരെ അല്ലാഹു കാക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഒരു മീറ്റിംഗിൽ മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ് പങ്കെടുത്തു കഴിഞ്ഞാൽ പിറ്റത്തെ മാധ്യമത്തിൽ സമസ്ത ലീഗുമായി ഇടയുന്നു. പിറ്റത്തെ മാധ്യമത്തിൽ ഇതിന് തമ്മിൽ തല്ലിക്കാൻ. ചെന്നായന്റെ ചരിത്രം കേട്ടിട്ടില്ലേ നിങ്ങൾ? ആട്ടിന് തമ്മിൽ കുതിക്കുക. എന്തിന്? ചെന്നായക്ക് ചോര കുടിച്ച് വളരണം. അതിനുവേണ്ടി എടുക്കുന്ന പണി. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന ഇഖ്ലാസിന്റെ കൊട്ടയാണ് മാധ്യമം? സുബ്ഹാനല്ലാഹ്. ജമാഅത്ത് ഇസ്ലാമിക്കാര് ഈ അടുത്തൊരു പരിപാടി, എന്താ പരിപാടി തരൂ? മുത്തുനബിയെ വിൽക്കരുത്. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്, ഏതായാലും ഞങ്ങൾ പ്രവർത്തിച്ച് നിങ്ങളെ കൊണ്ട് മുത്തുനബീനെ വിളിപ്പിച്ചല്ലോ. നിങ്ങൾ ഉണ്ടായതിനു ശേഷം വിളിച്ചിരുന്നു, ജമാഅത്ത് ഇസ്ലാമി ഉണ്ടായതിനു ശേഷം മുത്തുനബീനെ വിളിച്ചിരുന്നു. അത് നിങ്ങളെ കൊണ്ട് വിളിപ്പിച്ചു എന്നുള്ളതാണ് ഞങ്ങളെ വിജയം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബീനെ വിളിപ്പിച്ചു. നിങ്ങൾ പ്രവാചകൻ 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 എന്നല്ലാണ്ട് പറയലുണ്ടോ? മുത്തുനബീനെ വിളിപ്പിച്ചില്ല നിങ്ങളെ കൊണ്ട്. അതിന് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ വിജയം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരാ പറയുന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക് കൊണ്ട് ബർക്കത്തെടുത്താല്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പാനപാത്രം കൊണ്ട് ബർക്കത്തെടുത്താല് ജമാഅത്ത് ഇസ്ലാമിക്ക് വല്ലാത്ത ദഹനക്കേട്. ഞാൻ ചോദിക്കുന്നത്, അതേ കക്ഷികൾ 24 ലക്ഷം ഉറുപ്പ്യക്ക് വിറ്റൊരു സാധനം എന്താ വിറ്റത്? മൗദൂദിന്റെ പേന. മൗദൂദിന്റെ പേനക്ക് എന്ത് ബർക്കത്ത് തങ്ങളൊന്ന് ആലോചിച്ചു. 24 ലക്ഷം ഉറുപ്പ്യക്ക് വിറ്റ് കാശുണ്ടാക്കിയില്ലേ? അതല്ലേ ജമാഅത്ത് ഇസ്ലാമി? ഞാൻ ചോദിക്കട്ടെ, ആത്മീയ തട്ടിപ്പ് എന്ന് പറയുന്നു ജമാഅത്ത് ഇസ്ലാമി. ശ്രീ രവിശങ്കറെ കൊണ്ടുവന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ധാരിപ്പിച്ചിട്ട് ആമീൻ പറഞ്ഞില്ലേ നിങ്ങൾ? ഞാൻ ഷഹറു ബാർക്കിനെ പറ്റി ആദ്യം പ്രസംഗിച്ച CD തന്നെ കേൾപ്പിച്ചിട്ടുണ്ടല്ലോ, വായിച്ചിട്ടുണ്ടല്ലോ. അതല്ലേ ജമാഅത്ത് ഇസ്ലാമി? ശ്രീ രവിശങ്കറെ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവർ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചാൽ നമുക്കൊരു കംപ്ലൈന്റും ഇല്ല. അതവരുടെ മതം, അവരുടെ ആശയം, അതവരുടെ മതമനുസരിച്ച് അവർക്ക് ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ഇസ്ലാമാണ്. ഇസ്ലാമിൽ ഒരു മതക്കാരനെയും അതാ ചീത്ത പറയാനോ അവരാരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയാനോ ഖുർആൻ അനുവദിച്ചിട്ടില്ല. ലാ തസ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹി ഫയസ്ബുല്ലാഹു അദുവൻ ബിഗൈരി ഇൽം. അവിടെ നമ്മൾ ശ്രീ രവിശങ്കർ ചീത്ത പറയില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. അതേ സമയത്ത് ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് രവിശങ്കറെ കൊണ്ടുവന്ന് ആരംഭിച്ചില്ല. നിങ്ങൾ കാണുന്നത് തങ്ങന്മാര് പറ്റൂല, കാരണം തങ്ങന്മാരെ പരമ്പര മുറിഞ്ഞു പോയിരിക്കും. ഇവർക്ക് കോയിന്റെ മുട്ട മുറിയൂ. അതേ സമയത്ത് തങ്ങന്മാരെ പരമ്പര മുറിഞ്ഞു പോയിരിക്കും. ഒരു പാണക്കാട് തങ്ങളുമില്ല, ഉള്ളാള് തങ്ങളുമില്ല, ഖലീൽ തങ്ങളുമില്ല, ഒറ്റ തങ്ങളുമില്ല. അവിടെ തങ്ങന്മാരെ കൊണ്ട് ധാരിപ്പിച്ചൂടാ. ആലിമീങ്ങൾ കൊണ്ടൊന്നും ധാരിപ്പിച്ചൂടാ. മുത്തുനബീനെ വിളിക്കാൻ പാടില്ലാന്ന് ഓ അബ്ദുള്ളാന്റെ പ്രസംഗം. കാരണം അപ്പൊ അത് പൂജയായി പോകും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് ഇവർ മതം പറയുന്നു. ലക്ഷ്യമെന്താണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തുള്ള മുസ്ലിമീങ്ങളെ തമ്മിലടിപ്പിച്ച് ഈ മതം തകർക്കലല്ലേ? അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ പിന്നാലെ കുറെ നടന്നു നോക്കി, മഅല്ലിമാമി. പക്ഷേ അതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈകൊണ്ട് തുടരണ്ട. അപ്പൊ പിന്നാരാണ്? UDFന്റെ കൂടെ കേറിക്കൂടാ, കാരണം അതിൽ മുസ്ലിം ലീഗ് ഉണ്ട്. മുസ്ലിം ലീഗ് ഇതിനങ്ങ് അടുപ്പിക്കൂല, അപ്പൊ പിന്നെ അങ്ങോട്ടും കേറിക്കൂടാ. പിന്നെ മാധ്യമക്കാരെ നോക്കുന്നത് എന്താണ്? കുറച്ച് ചേളാരിക്കാരെ കൂടെ കിട്ടുമോ? പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയോട് വിരോധമുള്ള കുറച്ച് ചേളാരിക്കാരുണ്ട്, അവരെ കൂടെ കിട്ടുമോ? അതിനുവേണ്ടി ഇപ്പോൾ ചില കോപ്പറാട്ടികളൊക്കെ ജമാഅത്ത് ഇസ്ലാമി കാണിക്കുന്നുണ്ട്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകണ്ട.
ഓ സുഹൃത്തുക്കളെ, മഹാനായ താജുൽ ഉലമ എന്താഗ്രഹിച്ചു? ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ എന്താഗ്രഹിച്ചു? അതേ ബഹുമാനപ്പെട്ട മർഹൂം ശംസുൽ ഉലമ എന്താഗ്രഹിച്ചു? ഒരു കാലഘട്ടത്തിൽ, ഒരു പ്രത്യേക സന്ദർഭത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കിടെ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നത സംഭവിച്ചു എന്നത് ശരിയാണ്. അന്നപ്പോൾ അതിന് കാരണങ്ങളുമുണ്ട്. പക്ഷേ പിൽക്കാലത്ത് തെറ്റിദ്ധാരണകളൊക്കെ നീങ്ങാൻ മാത്രം ഒരുപാട് വിഷയങ്ങളുണ്ടായി. ഒന്ന് യോജിക്കണമെന്ന് ശംസുൽ ഉലമ ആഗ്രഹിച്ചില്ലേ? അതാഗ്രഹിച്ചത് ചന്ദ്രികാ പത്രത്തിലില്ലേ? നിങ്ങളെ കണ്ണൂർക്കാരനായ കല്ലായിക്കാരനത് എഴുതിയിട്ടില്ലേ? ശംസുൽ ഉലമയുടെ അങ്ങേയറ്റത്തെ അവസാനത്തെ ആഗ്രഹം സുന്നി പണ്ഡിതന്മാർ യോജിച്ച് കാണണമെന്നാണെന്ന് ചന്ദ്രികാ പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഞാൻ അതൊക്കെ സമസ്തയും സനദുകളുമെന്ന് എന്റെ പ്രസംഗത്തിൽ എടുത്തു വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. ഇനി സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ അൽഹംദുലില്ലാഹ് ഞങ്ങൾ മംഗലാപുരത്ത് ഒരു വലിയ പള്ളിയുണ്ടാക്കി പമ്പയിൽ. ആ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി ആദ്യമായി ഉണ്ടാക്കിയ ആദ്യത്തെ മീറ്റിംഗിൽ മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടിയ മീറ്റിംഗിൽ ഏനപ്പോയ അബ്ദുള്ള കുഞ്ഞി സാഹിബ് അടക്കമുള്ള മുതലാളിമാർ പങ്കെടുത്ത മീറ്റിംഗിൽ അന്ന് ഈ പാവപ്പെട്ട ഞാനും ഒന്നാമത്തെ മീറ്റിംഗിലുണ്ട്. ഇന്നും ഞാൻ അതിന്റെ കമ്മിറ്റിയിലുണ്ട്. ആ പള്ളിയുടെ പണികൾക്ക് വേണ്ടി സ്ഥലമെടുത്തു, പള്ളി നിർമ്മിച്ചു. ഉദ്ഘാടനം ചെയ്യുമ്പോൾ മഹാനായ മർഹൂം താജുൽ ഉലമ അല്ലാഹു കൊടുത്ത ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, മഹാനവറുകൾ വഫാത്തായ ദിവസം അതേ ചെന്ന് കണ്ട ബഷീർ, അദ്ദേഹം കർണാടകക്കാരൻ, മുടിപ്പുക്കാരനാണ്, ചെറുപ്പക്കാരനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, വഫാത്താകുന്ന ദിവസം ഞാൻ വെട്ടിക്കൊളുത്ത് തങ്ങളെ കാണാൻ പോയി. പച്ചസാലും പുതച്ചു കിടക്കുന്ന തങ്ങളെ റൂമിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ എന്തെന്നില്ലാത്ത ഒരു സുഗന്ധം, വല്ലാത്ത സുഗന്ധം. ആ സുഗന്ധം കണ്ടപ്പോൾ എനിക്ക് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ മരണം ഓർമ്മ വന്നു. ഇമാം ഗസ്സാലി തങ്ങൾ വഫാത്താകുന്ന ദിവസം പൊതച്ചു മൂടിക്കിടന്നുവെന്ന് ഞാൻ അതിൽ കേട്ടിട്ടുണ്ട്. ആ നിലക്ക് തങ്ങളതാ പച്ചസാലും പുതച്ചു കിടക്കുന്ന വല്ലാത്ത സുഗന്ധം. മഹാനായ തങ്ങൾ ഒരക്ഷരം അതാ ഒരു നാട്ടു വർത്തമാനവും സംസാരിക്കുന്നില്ല. ദിക്ർ മാത്രം ഇങ്ങനെ ആവർത്തിച്ച് ദിക്ർ ചൊല്ലുന്നു, ദിക്ർ ചൊല്ലുന്നു. ആ ദിക്ർ ഇങ്ങനെ ചൊല്ലുന്നത് ഞാൻ കേട്ടപ്പോൾ ഇത് അതാ അടുത്ത സമയമാണെന്ന് എന്റെ മനസ്സിൽ തോന്നിയിട്ട് നിങ്ങളെ ഡ്രൈവർ അബ്ദുറഹ്മാൻ ഹാജിയെ ഞാൻ വിളിച്ച് വിവരം പറഞ്ഞിരുന്നു എന്ന് എന്നോട് ബഷീർ പറഞ്ഞു. ഞാനിത് പറഞ്ഞു വരുന്നത് സുഹൃത്തുക്കളെ, അവിടുന്ന് ദിക്ർ പതിവാക്കിയ മഹാനാണ്, ഖുർആനോത്ത് പതിവാക്കിയ മഹാനാണ്, ഫിത്ർ 11 ദിവസേന നിസ്കരിച്ച മഹാനാണ്. ഞാൻ അതാ നാദാപുരത്തെ ടൗണിൽ ഒരു വലിയ പള്ളി നിർമ്മിച്ച് അതിന്റെ ജുമാ ഉദ്ഘാടനത്തിന് തങ്ങളെ കൊണ്ടുവന്നപ്പോ എന്റെ വീട്ടിൽ നിന്ന് നോമ്പും തുറന്ന് ഞങ്ങൾ പള്ളിയിലേക്ക് പോയി. തറാവീഹ് നിസ്കരിച്ചു കഴിഞ്ഞപ്പോ തങ്ങൾ ഞങ്ങളോട് പറയുന്നു, ഞാൻ 11 റക്അത്ത് വിത്റാണ് നിസ്കരിക്കാറ്, നിങ്ങൾ 3 നിസ്കരിക്കൂ. ഞാൻ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞ് തങ്ങളുടെ ഡ്രൈവറെയും കൂട്ടി 11 നിസ്കരിക്കുന്നത് 90ഓളം വയസ്സ് പ്രായമുള്ള സമയത്താണ്. ആ നിരക്ക് അതാ ഇബാദത്തിനായി ജീവിക്കുകയും ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുക്കുകയും നെഞ്ഞൂക്കോടെ സത്യം ഏതൊരുത്തന്റെയും മുന്നിൽ തുറന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്ന തങ്ങൾ. അല്ലാഹുവേ, അവിടുത്തെ ദറജ നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. സുഹൃത്തുക്കളെ, തുല്യതയില്ലാത്തൊരു നേതാവല്ലേ ആ മഹാനായ തങ്ങളവറുകൾ. അതാ പക്ഷേ മനസ്സെത്ര ലോലമാണ്. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ഒരു ദിവസം മഹാനായ കാന്തപുരം ഉസ്താദ് തങ്ങൾ പ്രസംഗിക്കുന്ന സമയത്ത് കയറി വരുന്നു. തങ്ങൾ പറഞ്ഞ് AP വരുന്നുണ്ടടാ, ചെല്ലടാ തക്ബീർ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ തക്ബീർ ചൊല്ലിക്കുകയാണ്. കാരണം സുന്നത്ത് ജമാഅത്ത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണം. അതേ, അവിടെ അസൂയയില്ല, അഹങ്കാരമില്ല, ആരോടും വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. തെളിഞ്ഞ
തെളിഞ്ഞ മനസ്സ് ഈ പറയുന്ന ഞാനടക്കമുള്ള എത്രയെത്ര ചെറിയ കുട്ടികളോട് തങ്ങളവറുകൾ അതാ പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞ എത്ര സന്ദർഭങ്ങൾ ഉണ്ടാകും. അവിടുത്തെ തെളിഞ്ഞ മനസ്സല്ലേ അല്ലാഹുവേ, അവിടുത്തെ ദറജ നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം, ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് അസൂയ വർദ്ധിച്ച പണ്ഡിതന്മാർ ഫിത്നയും ഫസാദും പറഞ്ഞ് പ്രചരിപ്പിച്ചു. നാടായ നാട് മുഴുവൻ ചീത്ത പറഞ്ഞു നടന്നു. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു അങ്ങനത്തെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. ശാഫി ഇമാം ഒന്നും പറഞ്ഞില്ല, അങ്ങോട്ട് ചീത്ത പറഞ്ഞില്ല. അപ്പൊ ആൾക്കാരൊക്കെ ചോദിച്ചു, നിങ്ങൾ എന്തൊന്നും മറുപടി പറയാത്ത? അപ്പൊ ശാഫി ഇമാം ചൊല്ലിയൊരു പദ്യം, ആളുകളൊക്കെ പറയുന്നത് എന്തേ നിങ്ങൾ മറുപടി പറയാത്തത്? കാണുന്നതിനൊക്കെ മറുപടി പറഞ്ഞാല് അത് നാശത്തിന്റെ താക്കോലാണത്. അതുകൊണ്ട് തന്നെ ഞാൻ നാശം തുറക്കാൻ താക്കോലെടുക്കൂല. അത് നാശവുമായി നടക്കുന്നവര് നടക്കട്ടെ. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, വസ്സുംതു അൻ ജാഹിലിൻ ഔ അഹ്മഖിൻ ശറഫു വഫീഹി അയ്ളൻ ലിസൗരിൽ ഇസ്ലാഹു. വസ്സുംതു അൻ ജാഹിലിൻ, വിവരമില്ലാത്തവന് മറുപടി പറയാതിരിക്കൽ. മനസ്സിലായില്ലേ? സുബ്ഹാനല്ലാഹ്, തീരെ വിവരമില്ലാത്ത ഒരു ചങ്ങാതി ഫിത്ന പറയാൻ വേണ്ടി മാത്രം ഇറങ്ങി. ചോദിച്ചവർക്ക് അവനെന്താ മറുപടി അറിയാത്തത്? ശാഫി ഇമാം അതിനോട് ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ ശാഫി അത് വരാം, വിവരമില്ലാത്തവന് മറുപടി പറയാതിരിക്കൽ. ഔ അഹ്മഖിൻ, അല്ലെങ്കിൽ ആള് കുറച്ചൊക്കെ വിവരമുണ്ട്, പക്ഷെ ആള് വിഡ്ഢിയാണ്. അള്ളാന്റെ ഖദറിലും ഖദാറിലും വിശ്വാസമില്ല, കൊടുക്കുന്നവനും തടയുന്നവനും അള്ളയാണ് നവും വിശ്വാസമില്ല. പഴച്ചവനോട് ദ്വാരുന്ന ഓരോന്നൊക്കെ നടക്കുന്ന വിചാരം, ഉത്തരം കൊടുക്കേണ്ട അള്ളയാന്നുള്ള വിവരവും ഇല്ല, അള്ളാഹ്ക്ക് യാഥാർത്ഥ്യം അറിയാന്നുള്ള ചിന്തയും ഇല്ല. അങ്ങനത്തെ വിഡ്ഢിയായ മനുഷ്യർക്ക് മറുപടി പറയൽ, ആ മറുപടി പറയാതെ മൗനം ദീക്ഷിക്കൽ, അതാണ് ബഹുമാനം. ശാഫി ഇമാം പറയാണ്. എന്നിട്ട് ശാഫി ഇമാം പറയുന്നു, അത് അഭിമാനം കാത്തു സൂക്ഷിക്കാൻ നല്ലതാണ് നമ്മളെ സമുദായം. ഒന്നടങ്കം ചീത്തയായി എന്ന് മറ്റു സമുദായം പറയരുതല്ലോ. എല്ലാരും ചീത്തക്ക് വരെ ചീത്ത പറഞ്ഞാല് മറ്റുള്ള സമുദായം എന്ത് പറയും? മുസ്ലിം സമുദായം ഒന്നടങ്കം ചീത്തയായി പോയി എന്ന് പറയൂലേ? അങ്ങനെ പറയണ്ട. നമ്മുടെ ഈ സമുദായത്തിനെ കണ്ടാല് മുസ്ലിം സമുദായം ഒന്നടങ്കം ചീത്തയായിട്ടില്ല, ഒരു കൂട്ടർ നല്ല മാന്യന്മാരുണ്ട് എന്ന് എല്ലാ മതക്കാർക്കും പറയാനെങ്കിൽ ഒരു കൂട്ടർ ഇവിടെ ഉണ്ടാണ്ട്. എല്ലാം വിതരക്കാരും ഫസാദുകാരും ചീത്തക്കാരും ആയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് അഭിമാനം കാത്തു സൂക്ഷിക്കാൻ ആവശ്യമാണ്. ശാഫി ഇമാം പറയാണ്, അങ്ങനത്തെ ആളുകളായാലോ. ശാഫി ഇമാം പറയാണ്, നീ കാണുന്നില്ലടോ, എന്തേ മറുപടി പറയാത്തെന്ന് എന്നോട് ചോദിക്കണ്ട. ഒരൊറ്റ മനുഷ്യനും ഒരു ബഹുമാനവും അതിനോടില്ല. അതേ സമയത്ത് നീ കാണുന്നില്ലേ സിംഹത്തെ? സിംഹം ഇങ്ങനെ ഇരിക്കുകയാണ്, കുരക്കുന്നതിനൊന്നും മറുപടിയില്ല. സിംഹം ഇങ്ങനെ ഇരിക്കുകയാണ്, പക്ഷേ എല്ലാവർക്കും പേടിയാണ്. നിങ്ങൾ കാണുന്നില്ലേ, പാർലമെന്റ് ഇലക്ഷൻ വരുന്നു, എല്ലാ ചാനലുകാരും എല്ലാ പാർട്ടിക്കാരും ഇങ്ങനെ ഉറ്റുനോക്കാണ്. ഒന്നും മിണ്ടാത്ത ഒരാളുണ്ടല്ലോ, അയാളെന്താ പറയുന്നത്? ഒന്നും മിണ്ടാത്ത ഒരാളുണ്ടല്ലോ, അയാളെന്താ പറയുന്നത്? അതേ സമയത്ത് മറ്റുള്ളവർക്ക് ഒരു ചാനലുകാരും പോകുന്നില്ല, ഒരു പാർട്ടിക്കാരനും പോകുന്നില്ല. എന്തേ കാരണം? അങ്ങനെയാ. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ആ ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോടുള്ള അസൂയ കൊണ്ട് ശാഫി ഇമാമിനെ സംബന്ധിച്ച് ഭരണാധികാരിയോട് പോയി പറഞ്ഞു, നിങ്ങളെ രാഷ്ട്രീയ പാർട്ടിക്ക് അയാൾ എതിരാണ്, നിങ്ങളെ രാഷ്ട്രത്തിന് അയാൾ എതിരാണ്, നിങ്ങളെ പാർട്ടിക്ക് അയാൾ എതിരാണെന്ന് പറഞ്ഞു കൊടുത്തു. പടച്ചവനെ, ആ പാർട്ടി നേതാവിന് വിവരറിയില്ല, അദ്ദേഹം തെറ്റിദ്ധരിച്ചുപോയി. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് ഭരണസ്വാധീനം ഉപയോഗിച്ച് രണ്ട് കൈക്കും ആമം വെച്ച് പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി ഓർഡർ ചെയ്തു. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് ആമം വെച്ചു. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ഭരണാധികാരിയുടെ മുന്നിൽ ഹാജരാക്കി. സുബ്ഹാനല്ലാഹ്, ശാഫി ഇമാം പതറിയില്ല.
ശാഫി ഇമാം റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്നു. കയറി ചെന്നതിന് ശേഷം ശാഫി ഇമാം തങ്ങൾ സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും വബറകാതുഹു. ഇങ്ങനെ അസ്സലാമു അലൈക്കും വബറകാതുഹു. അങ്ങനെ അതെന്തിനാ? ശ്രദ്ധ പിടിച്ചു പറ്റാനാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നെ ശ്രദ്ധിക്കൂല. ശ്രദ്ധിക്കേണ്ട സമയത്ത് കാര്യം നടത്തണോ? ഞാൻ ഒരിക്കലും നാദാപുരത്തുള്ള എല്ലാവരെയും ഒന്ന് വേദനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത സമയമാണ്. ഞാൻ ഉടനെ പോസ്റ്റർ ഇറക്കി, വിജയം ആർക്ക്? പേരോടെന്താണ് സഖാഫി നാദാപുരത്ത് പ്രസംഗിച്ചു. വന്നിലെ എല്ലാ കക്ഷികളും വന്ന് തുടക്കത്തിൽ തന്നെ വന്ന് ഞാൻ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ് ആരും വിഷമിക്കണ്ട, എല്ലാവരും പ്രസംഗം കേൾക്കുകയും വിജയമാർക്ക് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. പ്രസംഗമെല്ലാം കയ്യാൻ നോക്കുമ്പോ ഞാൻ പറഞ്ഞു, വിജയമാർക്ക് തെരഞ്ഞെടുപ്പിന്റെ വിജയം അത് ചിന്തിച്ചു വന്നവരുണ്ടാവും. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചു ഞാൻ സഅദത്തുൽ അബദിയ്യ, എല്ലാ കാലത്തേക്കുള്ള സ്വർഗത്തിലുള്ള വിജയമാണ്, ആഖിറത്തിന്റെ വിജയമാണ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ്. പിന്നെ തെരഞ്ഞെടുപ്പിനെ പറ്റിയല്ല നിങ്ങൾക്ക് അറിയേണ്ടത്, അത് കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും കേട്ടോ, ഒരു സംശയമില്ലാതെ. എല്ലാവരും മടങ്ങിപ്പോയി വേലെല്ലാവരും കേട്ട്. അങ്ങനെയാണ് നമ്മളെ ദീനീ പ്രവർത്തനം എന്ന് പറയുന്നത്. രാജീവ് ഗാന്ധിയെ കൊല്ലപ്പെട്ട സമയത്ത്, കൊല്ലപ്പെട്ട അന്ന് ഞാനൊരു ഓല ഷെഡും കെട്ടിയിട്ട് കുറ്റ്യാടിയിൽ ഷെഡ് കിടക്കാണ്. ഒരു ഇഷ്ടിക തലക്കിങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്ക് റബ്ബിന്റെ ഉബി കൊണ്ട് വീട്ടിൽ തലയിൽ വെച്ച് കിടക്കാനുള്ള റൂമൊക്കെ അല്ല തന്നിട്ടുണ്ട്. പക്ഷേ സേവന രംഗത്തിറങ്ങുമ്പോ അവിടെ പിന്നെ മടിച്ചു കളിച്ചാൽ ശരിയാവില്ല. കുറ്റ്യാടിയിലും പരിസരങ്ങളിലും 11 സ്ഥലത്ത് സുന്നിയെ കൊറ്റ പള്ളിയില്ല. ഒറ്റ മദ്രസയിൽ ഞാൻ ചെല്ലുമ്പോൾ അൽഹംദുലില്ലാഹ് ഇപ്പൊ 11 സ്ഥലത്തും പള്ളിയുണ്ട് മദ്രസയിൽ. അപ്പത്തെ ജമാഅത്ത് ഇസ്ലാമിന്റെ ട്രസ്റ്റ് മെമ്പറായിരുന്നു കോരങ്ങോട്ട് മൂസ ഹാജി. മരിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയ മണ്ണൂർ പള്ളിന്റെ പ്രസിഡന്റായിട്ട് മരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് സ്വർഗ്ഗം കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഓല ഷെഡും കെട്ടിയിട്ട് ഇഷ്ടികയും വെച്ച് ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോ മൂസാജിയും വന്ന് നോക്കി എന്താ ഇവരെ പരിപാടി. അങ്ങനെ ആ മൂസാജി ഹിദായത്തിലേക്ക് വന്നു. ഇരിക്കട്ടെ, അന്ന് രാജീവ് ഗാന്ധിയെ കൊല്ലപ്പെട്ട സമയം, അതിന്റെ 2 ദിവസം മുമ്പാണ് ദർസ് തുടങ്ങിയത്. ദർസ് തുടങ്ങിയ 2ാമത്തെ രാജീവ് ഗാന്ധിയെ കൊല്ലപ്പെട്ടത്. സുബ്ഹാനല്ലാഹ്, അന്ന് കാന്തപുര ഉസ്താദും പുല്ലൂക്കർ ഉസ്താദും അവർക്ക് തങ്ങളൊക്കെ വരികയാണ്. പുല്ലൂക്കർ ഉസ്താദ് അവർ തങ്ങളൊക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അല്ലാഹുവൊക്കെ ദർജ വർദ്ധിപ്പിച്ചു കൊടുത്തു. അപ്പോ നല്ല ജനങ്ങളുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത സമയം, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത സമയം, നല്ല ജനങ്ങളുണ്ട്. ഉസ്താദ് പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമ്മൾ വിചാരിക്കാത്ത ജനം കൂടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്താണ് നമ്മളെ ദർസുൽ കാണാൻ കുറ്റ്യാടിയിൽ. അതുകൊണ്ട് ആരും ബേജാറാണ്ട, ജയിക്കൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും. അത് പഠിച്ചിട്ടാ ഞാൻ നാദാപുരത്തുള്ളിൽ പയറ്റിയത്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, ചിലപ്പോ നമുക്ക് ഒരു സമ്മേളനം നടത്തണം ഗുജറാത്തിൽ സമ്മേളനം നടത്താൻ. അവിടെ ഭരിക്കുന്ന മോദിയാണ്. അവിടെ ചിലപ്പോൾ നമുക്ക് പെർമിറ്റ് കിട്ടൂല. അതിന് നമുക്ക് സമ്മേളനം നടത്താൻ പെർമിറ്റ് കിട്ടാൻ ഏറ്റവും നല്ല സമയം ഏതാ? ഏറ്റവും നല്ല ഗർഭിണിയായ സമയത്ത് തലാക്കില്ലാൻ പറ്റൂല ആ സമയത്ത്. അറിഞ്ഞൂടെ? ഓ സഹോദരന്മാര്, അപ്പോഴല്ലേ ഏറ്റവും നല്ലത്. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ ദീനിന്റെ പ്രവർത്തനങ്ങൾ അൽ ഹിക്മത്ത് കൊണ്ട് ദീനീ പ്രവർത്തനം നടത്തണം എന്ന് ഖുർആൻ പറഞ്ഞതാ. അത് നമ്മളിങ്ങനെ നടത്തും. അപ്പൊ കണ്ടുകടിക്കുന്നവരുണ്ടാവും. അവർ പല ഫിത്നയും ഫസാദും പറയും. ഇത് തന്നെ ശാഫി ഇമാം റളിയല്ലാഹു വലിയ ബുദ്ധിമാനാണ്. ശാഫി ഇമാം റളിയല്ലാഹു സുന്നത്തിമാറ്റി പ്രചരിപ്പിക്കാണ്. അപ്പൊ കണ്ടുകടിക്കുന്ന ആളുകളുണ്ട്. അതിൽ ശാഫി ഇമാം റളിയല്ലാഹുവിനോട് കണ്ടുകടിക്കുന്നവരുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാർ ഇതൊരു രാഷ്ട്രീയപരമായ പരിപാടിയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ശാഫി ഇമാമിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു 2 കൈക്കും മാമം വെച്ച് പിടിച്ചുകൊണ്ടുവരാൻ ഓർഡർ ഉണ്ടായത്. പിടിച്ചുകൊണ്ടുവന്ന് കൊട്ടാരത്തിലേക്ക് കയറിയപ്പോ അസ്സലാമു അലൈക്കും വബറകാതുഹു ശാഫി ഇമാമിന്റെ തന്ത്രാണ്, ശാഫി ഇമാമിന്റെ ഹിക്മത്താണ്. റഹ്മത്തുള്ളാഹി പറഞ്ഞില്ല. അപ്പോ രാജാവ് അതിന്റെ മുസ്ലിയാർ പുതിയ സലാമ്. അത് ഫിത്ന പറയുന്ന, ഫിത്നയും ഫസാദും പറയുന്ന, പച്ചക്കള്ളം പറയുന്ന ആൾക്കാർ പറയുന്ന ഫിത്നയും ഫസാദൊക്കെ ശരിയാണ് എന്ന് വിശ്വസിച്ചിട്ട് ഒരു പാവം പണ്ഡിതനെ കൈക്ക് ആമം വെച്ച് കൊണ്ടുവന്ന ഒരു കൊട്ടാരത്തില് ഞാനിങ്ങനെ ചിന്തിച്ചു, റഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ റഹ്മത്തുള്ളാഹി ഇവിടെ ഉണ്ടാവുമോ? അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങുമോ എന്ന് ചിന്തിച്ചു. ഇതുപോലെയുള്ള ഒരു മറുപടി ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ എന്തേ കാരണം?
അപ്പഴങ്ങ് ഓതിക്കൊടുത്തു ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. മുഅ്മിനീങ്ങളെ, എതിരാളികൾ ആരോപണം പറയുമ്പോൾ അതൊക്കെ ശരിയാണെന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങൾ എന്തെങ്കിലും നടപടി സ്വീകരിച്ചു പോയാൽ നിങ്ങൾ പിന്നെ പടച്ചവന്റെ കോടതിയിൽ കൈകടിച്ചു പോകും കേട്ടോ. ചെയ്തത് മോശമായെന്ന് നിങ്ങൾക്ക് ബോധ്യം വരുമ്പോ കൈകടിച്ചു പോകും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കണം, തെളിവുണ്ടാകണം, തെളിവ് നോക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന ആയത്ത് ഓതിക്കൊടുത്തു. നിങ്ങൾ കണ്ടില്ലേ ഓണപ്പറമ്പിൽ അതാ നമ്മളും നമ്മളല്ലാത്തവരും കൂറായി നിർമ്മിച്ചൊരു മദ്രസ. ആ മദ്രസ വെട്ടിപ്പിടിക്കാൻ നമ്മൾ പോയിട്ടില്ല, ആ മദ്രസക്ക് അവകാശവാദം ഉന്നയിക്കാൻ പോയിട്ടില്ല. മറിച്ച് അവിടെ ഖുർആൻ പഠിപ്പിക്കുകയാണല്ലോ, അവിടെ ദീന് പഠിപ്പിക്കുകയാണല്ലോ. അത് പഠിപ്പിക്കുന്നവരവർ അത് പഠിപ്പിക്കട്ടെ. അതേസമയത്ത് നമുക്ക് അതിനേക്കാൾ ശാസ്ത്രീയമായ സിലബസ് പഠിപ്പിക്കണം എന്ന നിലക്ക് നമുക്ക് പഠിപ്പിക്കാൻ വേറൊരു മദ്രസ നമ്മൾ സ്ഥാപിക്കുന്നു. അവിടെ മദ്രസയിൽ പോകുന്ന കുട്ടികൾ പോയിക്കൊള്ളട്ടെ, അവിടെ നടക്കുന്നത് നടന്നുകൊള്ളട്ടെ, അവിടെ ഖുർആൻ പഠിക്കുന്നത് പഠിക്കട്ടെ എന്ന നിലക്ക് നമ്മൾ അതിനെ എതിർക്കാൻ പോയിട്ടില്ല. നമ്മളെ സ്വഭാവം അതാണ്. ഈ കൂത്തുപറമ്പിനടുത്ത് ഈ അടുത്ത് ഞാനും ബഹുമാനപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങളും ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു മദ്രസ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളവിടെ ഇപ്പോൾ ഈ ഒരു മാസത്തിനിടക്കാണ് സംഭവം. അതേ ആ സ്ഥലത്ത് ഞാൻ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം, അതിൽ കൂടുതൽ വേണമെങ്കിൽ ഡേറ്റ് ഞാൻ ഡയറി നോക്കി പറഞ്ഞു തരും. അവിടെ ഉദ്ഘാടനം ചെയ്തു ഞാനും മുനവ്വർ അലി ശിഹാബ് തങ്ങളും. അത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയാണെന്ന് എനിക്കറിയാം. പക്ഷേ അവിടുത്തെ നാട്ടുകാർ ബഹുഭൂരിപക്ഷവും അതേ സുന്നത്ത് ജമാഅത്തിൽ നമ്മുടെ സംഘടനയെ അംഗീകരിക്കുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ മദ്രസ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന് മുനവ്വർ അലി ശിഹാബ് തങ്ങളെ ക്ഷണിക്കുമ്പോ അത് പറ്റില്ല എന്ന് നമ്മളെ സംഘടനാ പ്രവർത്തകര് പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെയും കൂടി ക്ഷണിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നായി കണ്ണൂർ ജില്ലയിലെ പരിപാടിയിൽ പങ്കെടുത്തു. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളെ സന്തോഷവും സ്നേഹവും പങ്കിട്ടു. ഇപ്പോഴും അതിന്റെ ചിത്രം കാണാമല്ലോ സുഹൃത്തുക്കളെ. ഞാനിത് പറഞ്ഞു വരുന്നത്, നമ്മളുണ്ടോ മറ്റൊരു മദ്രസയെ എതിർക്കുന്നു, നമ്മളുണ്ടോ മറ്റൊരു പള്ളിക്ക് കല്ലെറിയുന്നു? ഇല്ല ഇല്ല. റബ്ബിനെ ആരാധിക്കുന്നൊരു പള്ളിയെ നമ്മൾ ആക്രമിക്കൂല. പോകട്ടെ, ഹൈന്ദവ സഹോദരന്മാർ ആരാധിക്കുന്ന ഒരു ദേവാലയത്തെ പോലും നമ്മൾ ആക്രമിക്കൂല. ഒരു ക്രിസ്ത്യാനികളെ ചർച്ചിനെ നമ്മൾ ആക്രമിക്കൂല. അത് രാജ്യദ്രോഹമാണ്, ഈ രാജ്യത്തോട് ചെയ്യുന്ന തെറ്റാണ്, ഇവിടെ കുഴപ്പം സൃഷ്ടിക്കുന്ന പരിപാടിയാണ്, അത് പാടില്ലാത്തതാണെന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്നവരാണ് SYS-ഉം SSF-ഉം. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സുന്നി ജമിയത്തുൽ ഉലമയും അതിന്റെ നേതാവാണ് മഹാനായ നൂറുൽ ഉലമയും ഖമറുൽ ഉലമയും കൻസുൽ ഉലമയും. അല്ലാഹു അവർക്ക് നേതൃത്വത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ടോ സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആൻ വരെ ആദർവട്ടിക ഒരുപക്ഷെ തലേന്നെടുത്ത് വെച്ചിട്ടുണ്ടാവും. മുസ്ഹഫ് കത്തിയാൽ മുസ്ഹഫ് കത്തിച്ചു ഏപ്പിക്കാര് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നാടൊട്ടാകെ കുഴപ്പമുണ്ടാക്കാലോ. അതിനുവേണ്ടി മുസ്ഹഫ് അടക്കം തീ കൊടുത്തില്ലേ? പക്ഷേ അത് കേട്ടപ്പോൾ പലരും പാവപ്പെട്ട നമ്മുടെ പ്രവർത്തകരെ തെറ്റിദ്ധരിച്ചില്ലേ? അതാ ഖുർആൻ പറഞ്ഞു ഫതബയ്യനൂ, നിങ്ങൾ തെളിവ് തേടണേ. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അഭിനന്ദിക്കുന്നു. അവര് ഖുർആൻ പറഞ്ഞ പോലെ തെളിവ് നോക്കിയായിരുന്നു. അവര് തെളിവ്, അവർ ഖുർആൻ പഠിച്ചിട്ടൊന്നല്ല, അവര് അതാണല്ലോ അവരുടെ ശരിയായ ഡ്യൂട്ടി. ചിലപ്പോൾ പഠിച്ചവരുണ്ടായിക്കൂടാതില്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ. അവര് തെളിവ് നോക്കി. തെളിവ് നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, സൂറത്തുൽ ബഖറയെ പറഞ്ഞ മാതിരി. സൂറത്തുൽ ബഖറ എന്ന് പേര് വരാൻ എന്താ കാരണോ? അൽ ബഖറ തന്നെ ആ പശു എന്നതിന്റെ അർത്ഥം. ആ പശു എന്ന് പേര് വന്നെ അതൊരു പശുവാ. എന്തേ പശു? ഒരാളെ കൊന്നളഞ്ഞു മൂസാ നബി ഇസ്ലാമിന്റെ കാലത്ത്. കൊന്നിട്ട് സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ എളാപ്പാനെ കൊന്നുപോയി എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധം. മൂസാ നബി ഇസ്ലാമിനോട് വന്ന് പറഞ്ഞു, മൂസാ നബി പറഞ്ഞു, ബഖറ, പഠിച്ചോ നിങ്ങളോടൊരു പശുവിനെ അറക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവര് മൂസ, നീ ഞങ്ങളെ പരീക്ഷിക്കാണോ കളിയാക്കാണോ?
മൂസാ നബി അഊദു ബില്ലാഹി അൻ നകൂന മിനൽ ജാഹിലീൻ. ഈ പരിഹസിക്കലും ഇൻസൾട്ടാക്കലൊക്കെ വിവരമില്ലാത്തവന്റെ പരിപാടിയാ. വിവരമുള്ളവര് പരിഹസിക്കൂല. നബി മൂസാ നബി ഒക്കെ വിവരമില്ലാത്തവര് ഇൻസൾട്ടാക്കലും പരിഹസിക്കലും ഒക്കെ വിവരമുള്ളവര് പരിഹസിക്കൂല. അവസാനം ഒരു പശുവിനെ അറുത്തു. ആ പശുവിന്റെ കഷ്ണം കൊണ്ട് നിങ്ങൾ മയ്യിത്തിനെ ഒന്ന് അടിക്കൂന്ന് മൂസാ നബിയുടെ ഓർഡർ. അടിച്ചപ്പോൾ മയ്യിത്തതാ എഴുന്നേറ്റ് നിൽക്കുന്നു, ജീവനോടെ എഴുന്നേറ്റ് നിൽക്കുന്നു. മയ്യിത്ത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു, ഇതുവരെ പ്രതിഷേധം നടത്തിയ ഇവനുമാണ് എന്നെ കൊന്നത്. പ്രതിഷേധിച്ചവര് തന്നെയാണ് കൊന്നത്. ഇത് സൂറത്തുൽ ബഖറയിലുണ്ട്. വെറുതെ അല്ല ഖുർആൻ പ്രഭാഷണങ്ങൾ എല്ലാ സ്ഥലത്തും നടത്തുന്നത്. ഖുർആൻ പഠിക്കണം ജനങ്ങള്. കേൾക്കുമ്പോഴേക്ക് അതാ പേടിച്ചുകൂടാ, കേൾക്കുമ്പോഴേക്ക് പതറിക്കൂടാ, തെറ്റിദ്ധരിച്ചുകൂടാ. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർക്ക് മൊയ്ജിയത്തും കറാമത്തുമില്ല. അവര് സൈബർ സെല്ല് പരിശോധിക്കലാണ്. മൊയ്ജിയത്തും കറാമത്തുമല്ല. അതേ സൈബർ സെല്ല് പരിശോധിച്ചു. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പരിശോധിച്ചത്. കണ്ണൂർ ജില്ലക്കാരനൊരാള് സുബ്ഹാനല്ലാഹ് കാന്തപുരസ്താദിന് പ്രൊട്ടക്ഷന് വേണ്ടി വന്നിട്ട് കാന്തപുരസ്താദിന് SOSന്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല, SSFന്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല, ഞാൻ പ്രൊട്ടക്ഷന് വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. മൂപ്പര സൈബർ സെല്ല് പരിശോധിച്ച് നമ്മള് സുബ്ഹാനല്ലാഹ് സുന്നികളെ ഭിന്നിപ്പിക്കാൻ ഇറങ്ങിയതാണെന്ന് കണ്ടുപിടിച്ചു. വിവരം പുറത്തു പറഞ്ഞു. സുബ്ഹാനല്ലാഹ് പിന്നെ ഞങ്ങൾ പുറത്താക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഞങ്ങൾ ആരെയും പുറത്താക്കലില്ല. ഓരോരുത്തർ പുറത്ത് പോകല, പുറത്ത് പോകല. പുറത്ത് പോയാ പുറത്ത് പോയി പ്രഖ്യാപിക്കും. സ്വാഭാവികമാണ്. അത് നമ്മളൊക്കെ ചെയ്യുന്നില്ലല്ലേ. നമുക്ക് പുറത്തു പോയാൽ നമ്മളെന്താ പറയാ? അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നി അൽ-അദാ വഅഫാനി. പുറത്തു പോയാ പറയുന്നതാണ്. അങ്ങനെയാണ്. ഞങ്ങൾ ഞെക്കിപ്പിഞ്ഞ് പുറത്താക്കലില്ല. അല്ലാഹുമ്മ അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നി അൽ-അദാ വഅഫാനി. അങ്ങനെയാണ്. അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞത് എന്തൊക്കെ കോലത്തിലാണ് നമ്മളെ നശിപ്പിക്കാൻ വരുന്നത്. പക്ഷേ അല്ലാഹു തആല കാവലിനും മലക്കുകൾ അത് ചെയ്യിച്ചിട്ടുണ്ട്. ആ മലക്കുകളെ മറികടക്കുന്ന സൈന്യം ഏതാണ്? അതേ വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർളി വകാന അല്ലാഹു അലീമൻ ഹകീമാ. അല്ലാഹുവിൽ ആകാശങ്ങളിൽ സൈന്യങ്ങളുണ്ട്, ഭൂമിയിൽ സൈന്യങ്ങളുണ്ട്. വകാന അല്ലാഹു അലീമൻ ഹകീമാ. അല്ലാഹു തആല ഇൽമുള്ളവനും ഹിക്മത്തുള്ളവനുമാണ്. മഹാനായ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു വിശദീകരണത്തിന് സമയം കൊടുത്തു. രാജാവ് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു വിശദീകരിക്കുമ്പോ ശാഫി ഇമാം പറഞ്ഞു, എനിക്ക് മനസ്സമാധാനമില്ല. കാരണം ഞാൻ അല്ലാഹു തആല എനിക്ക് ഇൽമു തന്നിട്ടുണ്ട്. ഇൽമുള്ള ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടിയ ഭരണമാണ്. ഭരണം കിട്ടിയ നിങ്ങൾ കസേരയിൽ ഇരിക്കുകയാണ്. ഞാനിങ്ങനെ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. രാജാവ് പറഞ്ഞു കസേര കൊടുക്കണം. കസേരയിൽ ഇരുന്നു ശാഫി ഇമാം. അതേ എന്റെ കൈക്ക് ആമം വെച്ചിരിക്കുകയാണ്. ഈ ആമം കഴിക്കാതെ സമാധാനമില്ല. ആമം കഴിച്ചു കൊടുത്തു. ശാഫി ഇമാം ഓരോന്നോരോന്ന് നേടുകയാണ്. അത് ആ കസേരയിൽ ഇരിക്കുകയാണ്. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു നേടിയെടുക്കേണ്ടതൊക്കെ നേടിയെടുക്കും. അതാര് ഭരിച്ചാലും നേടിയെടുക്കും. അതാണ് ഇമാം ശാഫിഈ. അതേ കൈക്ക് ആമം വെച്ച് പിടിച്ചു കൊണ്ടുപോയ ഭരണാധികാരിയുടെ മുന്നിൽ നേടിയെടുക്കേണ്ടത് നേടിയെടുക്കുകയാണ് ഇമാം ശാഫി. ആ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു കാര്യമങ്ങ് വിവരിച്ചപ്പോ ഭരണാധികാരിക്ക് ബോധ്യപ്പെട്ടു, ഇദ്ദേഹം ഞങ്ങളെ രാഷ്ട്രത്തിനെതിരല്ല, ഞങ്ങളെ രാഷ്ട്രീയത്തിനെതിരല്ല. ഇദ്ദേഹം സമുദായത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു പണ്ഡിതനാണ്. ഈ പണ്ഡിതനെ സഹായിക്കൽ ആവശ്യമാണ്. ഈ പണ്ഡിതനെ പുരോഗമിപ്പിക്കൽ ആവശ്യമാണ്. ഈ പണ്ഡിതനെ പരിപോഷിപ്പിക്കൽ ആവശ്യമാണ്. അങ്ങനെ ഭരണാധികാരി, ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ്, അതാ മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതാ മർക്കസ് കോംപ്ലക്സിന്റെ മേലെയുള്ള ഒരു ഹോട്ടൽ ഉദ്ഘാടനത്തിന് വേണ്ടി അവിടെ വന്നു. ആ വന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസംഗം, മർക്കസ് കോംപ്ലക്സിൽ വന്നാൽ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമോ? കുഞ്ഞാലിക്കുട്ടിയുടെ ചോദ്യം. കാരണം കുഞ്ഞാലിക്കുട്ടിക്ക് ബോധ്യമുണ്ട് ഈ പണ്ഡിതൻ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട പണ്ഡിതനാണ് എന്ന് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ അപ്പുറത്തെ സമസ്തയുടെ സെക്രട്ടറി അടക്കം വടിയും കൊടയും എടുത്തിട്ട് മുഖ്യമന്ത്രിയോട് പോയി പറഞ്ഞു, നോളേജ് സിറ്റിയുടെ തറക്കല്ല്
കല്ലിടലിന് നിങ്ങൾ വരാൻ പാടില്ല. കൂടെ കുഞ്ഞാലിക്കുട്ടിനെയും കൂട്ടിപ്പോയി അവര് എന്നെ പ്രസംഗിച്ചത് എന്റെ സീഡിയിലുണ്ട്, വേണമെങ്കിൽ നിങ്ങൾ കേട്ടോളൂ. അതേ ലീഗിന് സമവായം സമസ്തക്ക് സംഘർഷമെന്ന എന്റെ പ്രസംഗം അതാ സീഡിയുണ്ട്, നിങ്ങൾ കേട്ടോളൂ. മുസ്ലിം ലീഗ് എങ്ങനെയെങ്കിലും എല്ലാവരും യോജിക്കണമെന്ന് ചിന്തിക്കുമ്പോ എങ്ങനെങ്കിലും പൊട്ടണമെന്ന് ചിന്തിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ ഫിത്നയും ഫസാദും കേട്ടിട്ട് സുബ്ഹാനല്ലാഹ് ഒരു കൂട്ടർ എന്തെല്ലാമോ പറഞ്ഞു നടക്കുകയാണ്. അതിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. പറഞ്ഞു വന്നത് ആ മുഖ്യമന്ത്രിയും കുഞ്ഞാലിക്കുട്ടിയും പിന്നെ ഒന്നായിട്ട് സ്റ്റേജിൽ വരുന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ രംഗം പുരോഗമിക്കണമെന്ന് ഏത് മനുഷ്യന്മാരെ മനസ്സിലും ഇല്ലാതിരിക്കുമോ? ഓ സുഹൃത്തുക്കളെ, ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് ഭരണാധികാരി അംഗീകാരം കൊടുക്കുന്നു. 2000 ദിർഹമെടുത്ത് ശാഫി ഇമാമിന് ഹദിയ കൊടുക്കുന്നു. കാമം വെച്ച കയ്യുമായി വന്ന ഇമാം ഷാഫി ഇറങ്ങിപ്പോകുമ്പോ 2000 ദിർഹമാണ് കൊടുക്കുന്ന രാജാവ്. ഷാഫി ഇമാം പറയുന്നു, ഞാൻ നിങ്ങളെ പണത്തിന് വേണ്ടി വന്നതല്ല, എനിക്കിപ്പോഴത് ആവശ്യമില്ല. ഇതൊക്കെ ഈ ലോകത്ത് നടന്ന സംഭവങ്ങളാണ്. ആ ഷാഫി ഇമാമിന്റെ പദ്യമാണ് ഞാൻ കൊടുവള്ളിയിൽ വെച്ച് ചൊല്ലിയത്. നീ ആൺകുട്ടിയായി നല്ല പുരുഷനായി നീ പ്രവർത്തന രംഗത്ത് മുന്നേറിക്കോ. നീ എപ്പോഴും വിട്ടുവീഴ്ച ഉള്ളവനാകണം. പകരം ചെയ്യണമെന്ന ചിന്ത നിനക്കുണ്ടാകരുത്. വൈരാഗ്യം വെച്ചുകൂടരുത്. കണ്ണൂർ ജില്ലയിൽ ഞാൻ പറയേണ്ടതില്ല, 22 ലക്ഷം റുപ്യന്റെ ഒരു കാറുമായി തന്ന എനിക്കൊരാൾ മലപ്പുറം ജില്ലക്കാരനാണ്. അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. പക്ഷേ ആ മലപ്പുറം ജില്ലയിൽ ഉള്ള ഈ കാലഘട്ടത്തിൽ ജീവിച്ച പലരെക്കാളും എനിക്ക് ബാധ്യതയുള്ളത് കണ്ണൂർ ജില്ലയോടാണ്. കാരണം എന്റെ എല്ലാ പുരോഗതിയുടെയും എല്ലാ നന്മയുടെയും ഉറവിടമായ ബഹുമാനപ്പെട്ട പുല്ലൂക്കര ഉസ്താദ് അവറുകൾ കണ്ണൂർ ജില്ലക്കാരനാണ്. ഞാൻ ആദ്യമായി സ്റ്റേജ് കയറിയത് കണ്ണൂർ ജില്ലയിലാണ്, ആദ്യമായി വേദ പറഞ്ഞത് കണ്ണൂർ ജില്ലയിലാണ്, ആദ്യമായി സ്റ്റേജ് പങ്കിട്ടത് കണ്ണൂർ ജില്ലയിലാണ്, എന്റെ എല്ലാ തുടക്കവും കണ്ണൂർ ജില്ലയിലാണ്. ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, അതേ സമയത്ത് കണ്ണൂർ ജില്ലയിൽ ഞാൻ ഓതിപ്പറിച്ച ഫതുൽ മൊയ്ൻ മലപ്പുറത്തുനിന്ന് ഉണ്ടാക്കിയതാണ്. ഫതുൽ മൊയ്ൻ ഖത്തറിനത് മലപ്പുറത്തുനിന്ന് ഉണ്ടാക്കിയതാണ്. അങ്ങനെ മലപ്പുറം ജില്ലയ്ക്ക് വേറെ ചില ബഹുമാനങ്ങൾ ഉണ്ട്. ഇരിക്കട്ടെ, മലപ്പുറം ജില്ലയിലുള്ള ഒരാൾ വായിത്തന്നാണ് ഒരു കാർ. ഞാൻ കണ്ണൂർ ജില്ലയിൽ വെച്ച് പറയുന്നതുകൊണ്ട് പറഞ്ഞാണ്, ആർക്കും വിഷമം വേണ്ട പറയുമ്പോ. കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് അതും എടുത്തിട്ട് ഞാൻ വേദം വേദം കഴിഞ്ഞ് പോകുമ്പോ കാറിന് സുബ്ഹാനല്ലാഹ് 4 ഉരുളം കല്ലുകൊണ്ട് ഏറി പുതിയ ഗ്ലാസ് പൊട്ടിപ്പോയി. സാധാരണ പല സ്ഥലത്തുനിന്ന് ഏറി കിട്ടലുണ്ട്. പക്ഷെ നമ്മൾ വണ്ടി കൊണ്ട് ഓടിങ്ങ് തടി സലാമത്താരാ. പക്ഷെ അന്ന് ഞാൻ കുടുങ്ങിപ്പോയി. കാരണം മുന്നിൽ പോലീസ് വണ്ടിയായിപ്പോയി, അതുകൊണ്ട് ഓടാൻ കഴിഞ്ഞില്ല. പോലീസുകാരില്ലെങ്കിലും ഏറ് കിട്ടാണ്ട് സലാമത്താവുമായിരുന്നു. ഉള്ളതാ കുടുങ്ങിയത്. കാരണം മുന്നിൽ ഓരോ വണ്ടിയായിപ്പോയി, എനിക്ക് വണ്ടി എടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പോലീസുകാർ മനഃപൂർവ്വം ചെയ്തതല്ല. അതുകൊണ്ട് അവരെ പറ്റി നമുക്ക് വരാതില്ല. അവർ നമ്മളെ സംരക്ഷണത്തിന് വന്നവരാണ്. ഞാൻ പറഞ്ഞത് ഏറിട്ട് ഗ്ലാസ് പൊട്ടിപ്പോയി. എന്നോട് കണ്ണൂർ ജില്ലയിലെ നേതാക്കന്മാരും പല വൈക്കുള്ളവരും പറഞ്ഞു, അത് അവർ പറയണല്ലോ, കേസ് കൊടുക്കണോ എന്ന് പറഞ്ഞു. പലരും പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു കേസുമില്ല. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂലാ. അല്ലാഹുവിന്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെട്ടു. ഒരാളെ മനസ്സിൽ അല്ലാഹു തോന്നിപ്പിച്ചു കൊടുത്തു, ഒരു കാറ് വാങ്ങിച്ചു കൊടുക്കണോ. വേറൊരുത്തന്റെ മനസ്സിൽ അല്ലാഹു തോന്നിപ്പിച്ചു 2 ഏറ് കൊടുക്കണോ. അല്ലാഹുവിന്റെ തീരുമാനത്തിൽ നമ്മൾ തൃപ്തിപ്പെട്ടു. ഒരു കേസും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പട്ടിണിയെ പോയിട്ടില്ല. നമ്മൾക്ക് അല്ലാഹു തആല പഠിപ്പിച്ചത്, മഹാന്മാര് പഠിപ്പിച്ചത് വസീമത്തുക സമാഹത്തു വൽ വഫാഉ. നമ്മൾ അല്ലാഹുവിന്റെ കരാർ, അല്ലാഹുമായുള്ള കരാർ അത് പാലിക്കണം. ഔഫൂ ബിഅഹദിക്കും, നിങ്ങളെ കരാർ കൊണ്ട് ഔഫൂ ബിഅഹദി ഊഫി ബിഅഹദിക്കും, നിങ്ങളെ കരാർ നിങ്ങൾ പാലിക്കൂ, ഞാൻ നിങ്ങളുള്ള കരാർ ഞാനും പാലിക്കുമെന്ന് അല്ലാഹു പറയുന്നു. നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, ഈമാൻ വർദ്ധിപ്പിക്കണം, സൽക്കർമ്മം വർദ്ധിപ്പിക്കണം. നമുക്ക് വൈരാഗ്യവും വിദ്വേഷവും അസൂയയും അഹങ്കാരവും നമ്മളെ ഖൽബിൽ കടക്കരുത്. നമ്മളെപ്പോഴും കാരുണ്യത്തിന്റെ മനസ്സുള്ളവരാകണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം.
ഞാൻ ഓർക്കുന്നു, നാദാപുരം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സിറാജുൽ ഹുദയുടെ കീഴിൽ 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. എല്ലാ സ്കൂളിലും അനാഥ കുട്ടികൾക്ക് ഡ്രസ്സടക്കം ബസ്സടക്കം ഫ്രീ ആണ്. മറ്റുള്ള കുട്ടികളോട് ചെറിയ ഫീസ്, സ്കൂൾ ഫീസ് വാങ്ങും. അവരൊക്കെ 10ാം തരം വരെ മദ്രസ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കും. എന്റെ മക്കൾ 2 എണ്ണം പഠിക്കുന്നുണ്ട്, അവർക്കും ഞാൻ ഫീസ് അടക്കുന്നുണ്ട്. വിവേചനങ്ങളൊന്നുമില്ല. റബ്ബേ, ഞങ്ങൾ ഒരുപാട് കുട്ടികൾ SSLC പരീക്ഷ എഴുതുന്നുണ്ട്. ഖുർആൻ മനപ്പാഠമാക്കുന്ന മക്കളും അതുപോലെ ദഅവാ കോളേജിലെ കുട്ടികളും +1 +2 ഡിഗ്രി PG തുടങ്ങിയ പരീക്ഷകൾ എഴുതുന്നുണ്ട്. എല്ലാവർക്കും, ഞങ്ങളെ മഖറിൽ പഠിക്കുന്ന കുട്ടികൾക്കും, ഞങ്ങളുടെ മൻസയിൽ പഠിക്കുന്ന കുട്ടികൾക്കും, ഞങ്ങളെ മജ്‌ലിസിൽ പഠിക്കുന്ന കുട്ടികൾക്കും, ഞങ്ങളെ മുഴുവൻ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന കുട്ടികൾക്കും നീ ഉന്നത വിജയം നൽകണേ റഹ്മാനേ. ഞാൻ പറഞ്ഞു വന്നത്, സുഹൃത്തുക്കളെ, നമ്മളുടെ സ്ഥാപനങ്ങളിൽ നാദാപുരത്ത് ഞാനൊരു ദിവസം പ്രസംഗിക്കാൻ പോയി. അപ്പൊ രക്ഷിതാക്കളെ മീറ്റിംഗ് ആണ്. ഒരു രക്ഷിതാവ് നോബൽ സാറാണ്, അവിടുത്തെ SI ആണ് നോബൽ. അയാൾ കോട്ടയത്തുകാരനാണ്. അയാളെ മക്കള് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പഠിക്കുന്നുണ്ട്. അപ്പോ സുഹൃത്തുക്കളെ, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാണ്. അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. ഷേഖ് നമ്മളോട് അസൂയ ഉണ്ടായില്ല. അദ്ദേഹം പറയും, പേരോട് ഉസ്താദിനോട് പറയണം, അവിടുത്തെ മാനേജറോട് ഏൽപ്പിച്ച എല്ലാ പള്ളിന്റെ അടുത്തും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കാൻ. കോട്ടയം ഭാഗത്തൊക്കെ അങ്ങനെയാണ്. ഞങ്ങൾ അച്ഛന്മാര്, പുരോഹിതന്മാര് എല്ലാ പള്ളിന്റെ അടുത്തും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കും. അതുപോലെ എല്ലാ സ്ഥലത്തും ഉണ്ടാക്കാൻ പറയണം. എന്നാൽ നാദാപുരത്തിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നോബൽ സാർ പറഞ്ഞതാ. ഞാൻ എന്റെ മുസ്ലിം സമുദായത്തിലുള്ള ജനങ്ങളോട് പറയുന്ന എന്റെ പ്രസംഗം നിർത്തുന്നു. അതിലിടക്ക് പറയുന്നു, ഓ മുസ്ലിം സമുദായമേ, നിങ്ങൾ ഏത് കോൺഗ്രസ് ആയാലും, കേരള കോൺഗ്രസ് കുല്ലുഹും മജ്മഉൻ, എല്ലാരോടും പറയുന്നു, അല്ലാത്ത കോൺഗ്രസിലുള്ള എല്ലാ ഗ്രൂപ്പിനോടും പറയുന്നു, എല്ലാ ലീഗിനോടും പറയുന്നു, എല്ലാ ജനതയോടും പറയുന്നു, അതാ നിങ്ങൾ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർ ആത്മാർത്ഥമായി ഈ സമുദായം പുരോഗമിക്കാൻ വേണ്ടി കാര്യലാഭം ഉദ്ദേശിക്കാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ, നമ്മുടെ മഖറിന്റെ സമ്മേളനം വരുന്നുണ്ട് ഏപ്രിൽ മാസത്തിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോ അതിന് നിങ്ങൾ പാർട്ടി നോക്കാതെ നിങ്ങൾ അതിനെ പരിപോഷിപ്പിക്കൂ. പണ്ഡിതന്മാർക്കിടയിൽ അസൂയയുടെ പേരിൽ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരൊറ്റ പണ്ഡിതനെയും ചീത്ത പറയാതെ, തെറി പറയാതെ, തെറ്റിദ്ധരിക്കാതെ, നിങ്ങൾ ഒരു തങ്ങളെയും നിന്ദിക്കാതെ നിങ്ങൾ ഐക്യപ്പെടാൻ ശ്രമിക്കൂ. മംഗലാപുരം പള്ളിയുടെ ഉദ്ഘാടനം വന്നപ്പോ മഹാനായ താജുൽ ഉലമ പറയുന്നു, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് നിങ്ങളെ ക്ഷണിക്കണം. കാന്തപുരം ഉസ്താദ് പറയുന്നു ക്ഷണിക്കണം. അവിടുത്തെ നേതാക്കന്മാര് പോയി ക്ഷണിക്കുന്നു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ആരോഗ്യം പോരാ, പക്ഷേ മംഗലാപുരം വരെ ഈ സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടി ആരോഗ്യം പരിഗണിക്കാതെ തങ്ങൾ മംഗലാപുരത്ത് വരുന്നു. ആ പള്ളി ഉദ്ഘാടനത്തിന് അതാ പള്ളി തുറന്നുകൊണ്ട് താജുൽ ഉലമ ഉദ്ഘാടനം ചെയ്യുന്നു. പള്ളിയിൽ നിസ്കാരത്തിന് ഇമാമത്ത് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളോട് അതാ ഇമാമത്ത് നിന്ന് ഉദ്ഘാടനം ചെയ്യാൻ താജുൽ ഉലമയും ഖമറുൽ ഉലമയും ആവശ്യപ്പെടുന്നു. തങ്ങൾ വൈമനസ്യം കാണിക്കുന്നു. അല്ല, നിങ്ങൾ തന്നെ നിൽക്കണമെന്ന് താജുൽ ഉലമയും ഖമറുൽ ഉലമയും നിർബന്ധിക്കുന്നു. അവിടുന്ന് സുജൂദിൽ നിന്ന് തല ഉയർത്തുമ്പോ മഹാനായ ശിഹാബ് തങ്ങൾക്ക് ആരോഗ്യം കൊണ്ട് അനാരോഗ്യം കൊണ്ട് സാധിക്കാത്തതിനാൽ ബഹുമാനപ്പെട്ടവരുടെ കൈ നിസ്കാരം ബാത്തിലാകാത്ത നിലയ്ക്ക് മഹാനായ കാന്തപുരം ഉസ്താദ് കൈ പിടിച്ചു കൊടുത്തിട്ട് ഉയർത്തുന്നത് 1ാം സഫിൽ കണ്ടവരാണ് ഞാൻ. താജുൽ ഉലമ ആഗ്രഹിച്ചത് ഈ സമുദായം ഒന്നിക്കാനാണ്. അതുപോലെ ശിഹാബ് തങ്ങൾ ആഗ്രഹിച്ചത് ഒന്നിക്കാനാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ആഗ്രഹിച്ചത് ഒന്നിക്കാനാണ്. പക്ഷേ എന്റെ പ്രസംഗം നാദാപുരത്തെ അതാ ലീഗിന് സമമായ
സമസ്തക്ക് സംഘർഷം എന്ന പ്രസംഗത്തിൽ ഞാൻ ക്ലിപ്പ് കേൾപ്പിക്കുന്നുണ്ട്. ശിഹാബ് തങ്ങൾ സമസ്തയല്ലെന്ന് അപ്പുറത്തെ സമസ്തന്റെ സെക്രട്ടറി പറയുന്നു. അത് ഞാൻ അതിൽ ക്ലിപ്പ് കേൾപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഞാൻ ഈ അടുത്ത് വായിച്ചിട്ടുണ്ട് പല സ്ഥലത്തും. സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ കലാകൗമുദിയോട് പറഞ്ഞത്, അതാ കലാകൗമുദിയിൽ അതാ എഴുതിയത് നിങ്ങൾക്ക് കാണാം. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കോഴിക്കോട്ടെ ഖാദിയാരോഹണത്തിന് വേണ്ടി വരുമ്പോ അപ്പുറത്തെ സമസ്തക്കാർ കാറ് തടഞ്ഞു വെച്ചു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കാറ് തടഞ്ഞു വെച്ചു, പോകാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചോദിച്ചു എന്താ കാരണം? അവര് പറഞ്ഞു അവിടെ കാന്തപുരമുണ്ടാകും, അവിടെ പോകാൻ പാടില്ല. അപ്പൊ തങ്ങൾ പറഞ്ഞു എനിക്ക് കാന്തപുരത്തെ കാണേണ്ടതുണ്ട്. മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. ഇന്നും കലാകൗമുദിയിൽ നിങ്ങൾക്കത് കാണാം. സുഹൃത്തുക്കളെ, അത്തരത്തിലുള്ള വിശാലമുള്ള സയ്യിദന്മാരുടെ കൂടെ, അത്തരം വിശാലതയുള്ള പണ്ഡിതന്മാരുടെ കൂടെ ചേർന്ന് നിങ്ങൾ ഈ സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുണ്ടോ? SYS അതിനു വേണ്ടിയുള്ള സംഘടനയാണ്, SSF അതിനു വേണ്ടിയുള്ള സംഘടനയാണ്. സമുദായം തമ്മിലടിപ്പിക്കാൻ ജമാഅത്ത് ഇസ്ലാമി ശ്രമിക്കുമ്പോ, മാധ്യമം ശ്രമിക്കുമ്പോ, ആ തമ്മിലടിപ്പിക്കുന്നതിൽ ഹരം ചേർന്നിട്ട് അതാ മദ്രസക്ക് തീ കൊടുക്കുന്ന കൂട്ടത്തിലും ഖുർആൻ കത്തിക്കുന്ന കൂട്ടത്തിലും അത് അക്രമം അഴിച്ചുവിടുന്ന കൂട്ടത്തിലും പെട്ടിട്ട് അള്ളാന്റെ കോടതിയിൽ ആരും കുടുങ്ങിപ്പോകണ്ട. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് കാക്കണേ. വഅഹ്ലീകും നാറാ, നിങ്ങളെ കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും നിങ്ങളെ ഫാമിലികളുടെയും ശരീരം നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണേ. ഖുർആൻ പറയുന്നു യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന തീ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന വിറക്, അത് പച്ച മനുഷ്യന്മാരാണ്. വൽ ഹിജാറ, കല്ലുകളാണ്. കല്ലുകളും മനുഷ്യരെയും കത്തിക്കുന്ന തീയാണ് നരകത്തിന്റെ തീ. അലൈഹാ മലായികത്തുൽ ഒരൽപ്പവും ദയ കാണിക്കാത്ത വളരെ ക്രൂരമായ മനസ്സുള്ള മലക്കുകളാണ് ആ നരകം നിയന്ത്രിക്കുന്നത്. വല്ലാത്ത ക്രൂരതയുള്ള മനസ്സുള്ള മലക്കുകൾ, അവരവകയിലുള്ള ക്രൂരതയല്ല. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. ലോകം മുഴുക്കെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹ്, അവനറിയാത്ത രഹസ്യമില്ല, പരസ്യമില്ല. ആ റബ്ബിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി മാത്രം നിൽക്കുന്ന വലിയ കടുപ്പമുള്ള മലക്കുകളാണ് നരകം നിയന്ത്രിക്കുന്നത്. അവിടെ കൈകൂലി നടക്കൂല, സ്വാധീനം നടക്കൂല. ആ നരകത്തെ തൊട്ട് നിങ്ങളെ ശരീരം കാക്കണേ. പരിശുദ്ധ ഖുർആനിന്റെ ഈ നിർദ്ദേശം ഈ തളിപ്പറമ്പിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിലേക്ക് ഇതാ നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. നിങ്ങളെ ശക്തമായ പ്രവർത്തനം ആരെയും ആക്രമിച്ചുകൊണ്ടല്ല, തെറി പറഞ്ഞുകൊണ്ടല്ല, സൽക്കർമ്മം പ്രവർത്തിച്ചുകൊണ്ട് നടത്തൂ. തിരുവനന്തപുരത്ത് അതാ റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ സമീപത്ത്, മെഡിക്കൽ കോളേജിന്റെ സമീപത്ത് 20 സെന്റോളം സ്ഥലം വലിയ ഭീമമായ തുകകൾ കൊടുത്ത് വാങ്ങിയത് എന്തിനാണ്? കേരളത്തിലും കർണാടകയിലും മറ്റു പല സ്ഥലത്തുമുള്ള ക്യാൻസർ രോഗികൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ അവർക്കവിടെ 1-2 ദിവസം വിശ്രമിക്കാനും ടെസ്റ്റുകൾ നടത്താനും വേണ്ടി വരുമ്പോ അവർക്ക് ആവശ്യമായ സൗകര്യം കൊടുക്കാൻ SYS തീരുമാനിക്കുന്നു. അതുപോലെ ഓരോ മെഡിക്കൽ കോളേജിന്റെ സമീപത്തും തീരുമാനിക്കുന്നു, ക്യാൻസർ സെന്ററിന്റെ സമീപത്ത് തീരുമാനിക്കുന്നു. നമ്മുടെ വിദേശത്തുള്ള ICF പ്രവർത്തകർ ആ തിരുവനന്തപുരത്തെ സ്ഥാപനത്തിന് സഹായം
സഹായിക്കുന്നു. അതുപോലെ ഓരോരുത്തരും കണ്ണീരൊപ്പാൻ, പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ, രോഗികൾക്ക് ശുശ്രൂഷ നൽകാൻ, നമ്മുടെ നാടുകളിലൊക്കെയും മെഡിക്കൽ സെന്ററുകൾ തുടങ്ങാൻ, ആശുപത്രികളിൽ ആംബുലൻസും അതുപോലെ വീൽ ചെയറും കൊടുക്കാൻ, അങ്ങനെ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ നമ്മുടെ SYSന്റെ പ്രവർത്തനം നടക്കുമ്പോ, SSFന്റെ പ്രവർത്തനം നടക്കുമ്പോ അതിൽ സജീവമായി നിങ്ങൾ ആഖിറം സമ്പാദിക്കൂ ജനങ്ങളെ, ആഖിറം സമ്പാദിക്കൂ മുഅ്മിനീങ്ങളെ. 5 വക്ത് കൃത്യമായി നിസ്കരിക്കൂ ചെറുപ്പക്കാരെ. മദ്യത്തിന്റെ പിന്നാലെ പോകാതെ ഹൗദുൽ കൗസർ കുടിക്കാനുള്ള യോഗ്യത നേടൂ മുസ്ലിമീങ്ങളെ. കള്ള് കുടിച്ചിട്ട് അബൂജഹലിന്റെ ചലം കുടിക്കുന്നതിന് പകരം ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ യോഗ്യത നേടൂ ചെറുപ്പക്കാരെ. കഞ്ചാവിന്റെയും ചീത്തയുടെയും തെറിഭാഷാഭിഷേകത്തിന്റെയും കല്ലേറിന്റെയും കുറ്റം പറച്ചിലിന്റെയും ഗീബത്ത് പറച്ചിലിന്റെയും പിന്നാലെ പോകാതെ ഖുർആൻ പാരായണം ചെയ്യൂ, സലാത്ത് വർദ്ധിപ്പിക്കൂ, ദിക്ർ വർദ്ധിപ്പിക്കൂ, മരിക്കുമെന്ന ബോധത്തോടെ ജീവിക്കൂ. മരിക്കുന്ന സമയത്ത് താജുൽ ഉലമയെ പോലെ ദിക്ർ ചൊല്ലി മരിക്കാൻ ശ്രമിക്കൂ. മഹാനായ പന്മള ഉസ്താദിന്റെ പുതിയാപ്പിള മഹാനായ സുലൈം ഉസ്താദിന്റെ മകൻ അബ്ദുറഹ്മാൻ സഖാഫി അഹ്സനി, അദ്ദേഹം രാവിലെ അടക്കം ദർസ് നടത്തി. അതാ പെട്ടെന്ന് അസ്വസ്ഥത തോന്നി. ബാപ്പയെ വിളിപ്പിച്ചു. ബാപ്പ വരുമ്പോൾ മകൻ അല്ലാഹ് 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 ചൊല്ലുന്നു. ബാപ്പയായ സുലൈമാൻ ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നങ്ങ് ചൊല്ലിക്കൊടുത്തപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റല്ലാത്ത മറ്റൊന്നും എന്റെ മകൻ ഉച്ചരിക്കരുതെന്ന് മനസ്സിലാക്കി ഒന്നും ചോദിച്ചിട്ടില്ല. ദിക്റും ചൊല്ലിയിട്ട് ജുമഅൽപ്പം മുമ്പ് അബ്ദുറഹ്മാൻ അഹ്സനി സഖാഫി മരിച്ചു. മഹാനായ സുലൈമാൻ ഉസ്താദ് അവറുകൾ ജുമഅന്റെ 10 മിനിറ്റ് മുമ്പ് മരണപ്പെട്ട മകനെയും കിടത്തിയിട്ട് ജുമഅ നിസ്കാരത്തിന് പോയി. അല്ലാഹുവിലേക്ക് ഖൽബ് തിരിഞ്ഞ പണ്ഡിതന്മാർ, അതാണ് നമ്മുടെ സമസ്ത നിയന്ത്രിക്കുന്നത്. ഓ സുഹൃത്തുക്കളെ, ആഖിബത്ത് നന്നായി മരിക്കാൻ നിങ്ങൾ ഖമറുൽ ഉലമയുടെ കൂടെ, നൂറുൽ ഉലമയുടെ കൂടെ, കൻസുൽ ഉലമയുടെ കൂടെ, ഉദുക്കുൽ ഉസ്താദിന്റെ കൂടെ, അങ്ങനെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ കൂടെ അവരെ സദസ്സിൽ നിങ്ങൾക്ക് ഗീബത്തുണ്ടാകൂല, നമീമത്തുണ്ടാകൂല. ആരെങ്കിലും ഒരു മുസ്ലിയാരെ പിടിച്ച് അറസ്റ്റ് ചെയ്യണമെന്ന് പറയൂല. അവരൊരിക്കലും പള്ളിക്കെതിരെ പ്രകടനം നടത്താൻ സമുദായത്തോട് പറയൂല. ആഖിറത്തിന് വേണ്ടി ചിന്തിക്കുന്ന പണ്ഡിതന്മാരെ കൂടെ നിങ്ങളും കൈകോർത്ത് പിടിച്ച് പ്രവർത്തിച്ച് നിങ്ങൾ സ്വർഗം നേടൂ മുസ്ലിമീങ്ങളെ. ഇത് മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ പ്രസംഗത്തിന് സൗകര്യം ചെയ്തു തന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും സ്ഥലം സൗകര്യം ചെയ്തവർക്കും ഇത് സംഘടിപ്പിച്ചവർക്കും ഇവിടെ എത്തിച്ചേർന്നവർക്കും ഞങ്ങൾക്കും നീ നന്മകൾ വർദ്ധിപ്പിക്കണേ റഹ്മാനേ. നിന്റെ ബറക്കത്തുകൾ ചൊരിയണേ റഹ്മാനേ. രോഗമുള്ളവരെ രോഗങ്ങൾ മാറ്റണേ റഹ്മാനേ. ഞാനിവിടെ വന്നപ്പോൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും തന്ന പലരുമുണ്ട്. പോയ സ്ഥലത്തൊക്കെയും കിട്ടിയിട്ടുണ്ട്. റബ്ബേ, അവരെ ഖൽബിൽ ഉദ്ദേശിച്ചത് നീ കൊടുക്കണേ റഹ്മാനേ.